നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. തെന്നിന്ത്യൻ സൂപ്പർ താരം അല്ലു അർജുൻ അറസ്റ്റിലായ വാർത്തയാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. പുഷ്പ 2 റിലീസിനിടെ തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ച കേസിലാണ് അല്ലു അർജുനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ജൂബിലി ഹിൽസിലെ വീട്ടിലെത്തിയാണ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഹൈദരാബാദ് പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ചിക്കടുപള്ളി സ്റ്റേഷനിലേക്ക് അല്ലു അർജുനെ എത്തിക്കും. മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം ചുമത്തിയാണ് പോലീസിന്റെ നടപടി. വിശദാംശങ്ങളുമായി KP അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, ഈ പുഷ്പ 2 ചിത്രത്തിന്റെ റിലീസിനിടെ ആദ്യ ദിവസം തന്നെ ഉണ്ടായ തിക്കും തിരക്കും, അന്ന് ആ യുവതിയുടെ മരണമേറെ ദാരുണമായിരുന്നു. ആ ഒരു ചിത്രത്തിന് സൂപ്പർ ഹിറ്റ് നിരയിലേക്ക് അല്ലെങ്കിൽ ആ പട്ടികയിലേക്ക് വന്നെങ്കിൽ പോലും ഇത് ഒരു കണ്ണീരായി അവിടെ അവശേഷിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഏതൊക്കെ വകുപ്പുകളാണ് അല്ലു അർജുനെതിരെ ചുമത്തിയിരിക്കുന്നത്? ടോം, അതിനാടകീയമായ നീക്കങ്ങൾ ആണ് ഹൈദരാബാദ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഹൈദരാബാദ് പോലീസിന്റെ ടാസ്ക് ഫോഴ്സ് ആണ് ഇപ്പോൾ അല്ലു അർജുന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അല്ലു അർജുന്റെ ജൂബിലി ഹിൽസിലെ വസതിയിൽ എത്തിയാണ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട കേസും മറ്റ് നടപടിക്രമങ്ങളും നടക്കുന്നത് ചിക്കട്പള്ളി പോലീസ് സ്റ്റേഷനിൽ ആണ്. അതുകൊണ്ട് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് ഒരുപക്ഷെ ഈ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ട് ആകാം ഔദ്യോഗികമായി രേഖപ്പെടുത്തുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അല്ലു അർജുനെ ചിക്കട്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ടോം സൂചിപ്പിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നത് ഏതൊക്കെ വകുപ്പുകൾ എന്നുള്ളതാണ്. ഭാരതീയ ന്യായ സംഹിതയുടെ സെക്ഷൻ 105, 118, 1 എന്നീ വകുപ്പുകൾ അനുസരിച്ച് ആണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇത് പ്രകാരം ഏതാണ്ട് 5 വർഷം മുതൽ 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്നതും അതോടൊപ്പം തന്നെ പിഴത്തുക അടയ്ക്കേണ്ടതായും വരുന്ന വകുപ്പുകൾ ആണ് ഇപ്പോൾ ചുമത്തിയിട്ടുള്ളത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ടോം, നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ അവസാനിപ്പിക്കണം, FIR റദ്ദാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലു അർജുൻ തന്നെ കോടതിയെ സമീപിച്ചിരുന്നു. ഈ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെയാണ് അല്ലു അർജുന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഒരുപക്ഷെ ഈ അറസ്റ്റ് ഇപ്പോൾ ഇങ്ങനെ രേഖപ്പെടുത്തുമ്പോൾ അത് അല്ലു അർജുൻ ആരാധകരെ ഞെട്ടിപ്പിക്കുന്ന ഒന്നുകൂടിയാണ്. കാരണം അല്ലു അർജുൻ ഹൈക്കോടതിയെ സമീപിച്ച സാഹചര്യത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു ഇടപെടൽ ഉണ്ടാകും, അല്ലെങ്കിൽ അല്ലു അർജുന് മുൻകൂർ ജാമ്യമൊക്കെ ലഭിക്കും എന്ന് ആരാധകർ ഒന്നടങ്കം പ്രതീക്ഷിച്ചിരുന്നു. അതിനിടയിൽ ആണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു അറസ്റ്റ് ഉണ്ടാകുന്നത്. നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ പുഷ്പ 2വിൻ്റെ പ്രീമിയർ ഷോയുമായി ബന്ധപ്പെട്ട് ആണ് ഈ അനിഷ്ട സംഭവം ഉണ്ടായത്. ഡിസംബർ 4 ആയിരുന്നു ഈ സംഭവം ഉണ്ടായത്. അന്ന് പുലർച്ചെ മുതൽ നമുക്കറിയാം ഷോകൾ ആരംഭിച്ച ഒരു പശ്ചാത്തലമുണ്ടാകുന്നു. പ്രീമിയർ ഷോകളിൽ തിയേറ്ററിൽ വലിയ തിക്കും തിരക്കും ഒക്കെ ആണ് അനുഭവപ്പെട്ടിരുന്നത്. ആരാധകർക്ക് പുറമേ ഉള്ള പ്രേക്ഷകരും ഒക്കെ ഈ സിനിമ കാണാനായി എത്തിയിരുന്നു. അങ്ങനെ വലിയ തിക്കും തിരക്കും അനുഭവപ്പെടുന്ന സാഹചര്യത്തിലായിരുന്നു ഇങ്ങനെ ഒരു അപകടമുണ്ടായത്. മാത്രവുമല്ല, ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിൽ ആണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടാവുകയും ചെയ്തത്. പ്രത്യേകിച്ച് 11 മണിയോടുകൂടി ആണ് അല്ലു അർജുൻ ഈ തിയേറ്ററിലേക്ക് എത്തുന്നത്. ഈ തിയേറ്ററിലേക്ക് കൃത്യമായി അല്ലു അർജുൻ എപ്പോഴാണ് എത്തുന്നത് എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ പോലീസിനെ അറിയിച്ചിരുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട ആക്ഷേപമായി ഉയരുന്നത്. മാത്രവുമല്ല, ഈ താരം, നമുക്കറിയാം അല്ലു അർജുന് നേരത്തെ തന്നെ വലിയ ആരാധകർ ഉള്ള ഒരു താരം ആണ്. അത് ഹൈദരാബാദിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, രാജ്യത്തിന് പുറത്തൊക്കെ വലിയ ആരാധക വൃന്ദം അദ്ദേഹത്തിന് ഉണ്ട്. അങ്ങനെ ഒരു പുഷ്പ 2 എന്നത് ഒരു ബ്രഹ്മാണ്ഡ ചിത്രമായി മാറും എന്ന് അതിൻ്റെ നിർമ്മാതാക്കൾ ഉൾപ്പെടെ അവകാശപ്പെടുന്ന ഒരു ചിത്രത്തിൻ്റെ പ്രീമിയർ ഷോയ്ക്ക് അത്രയും വലിയ തിക്കും തിരക്കും അനുഭവപ്പെട്ടപ്പോഴാണ് അംഗരക്ഷകരുമായി ഈ അല്ലു അർജുൻ തിയേറ്ററിലേക്ക് എത്തിയത്. അങ്ങനെ എത്തുമ്പോൾ കൃത്യമായ അറിയിപ്പ് പോലീസിന് നൽകിയിരുന്നില്ല എന്ന പരാതി നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ബൗൺസർമാർ, നമുക്കറിയാമല്ലോ ഈ സിനിമാ താരങ്ങൾ അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാറുകളൊക്കെ അവർക്ക് അംഗരക്ഷകരായി ഉപയോഗിക്കുന്നത് കായികമായി ഏറെ ശേഷിയുള്ളവരെയാണ്. ആളുകൾ തിക്കും തിരക്കും ഉണ്ടാക്കിയാൽ അല്ലെങ്കിൽ താരത്തിനടുത്തേക്കൊക്കെ എത്തിയാൽ അവരെ തുരത്തുന്ന ഒരു സംഘമാണ് ബൗൺസർമാരായി ഉള്ളത്. ഇങ്ങനെ താരം തിയേറ്ററിലേക്ക് എത്തിയപ്പോൾ വലിയ തിക്കും തിരക്കും അനുഭവപ്പെടുകയും അവരെ ഓടിക്കുന്നതിന് വേണ്ടി ബൗൺസർമാർ ബലപ്രയോഗം നടത്തുകയും ചെയ്തു എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം.
നിഗമനം. ആ അക്രമത്തിൽ അല്ലെങ്കിൽ ഈ ആരാധകരെ വിരട്ടി ഓടിച്ച ഒരു സാഹചര്യത്തിലാണ് തിക്കും തിരക്കും ഉണ്ടാവുകയും അങ്ങനെ 35 വയസ്സുകാരി രേവതി മരണപ്പെടുകയും ചെയ്തത് എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം. ഒപ്പം രേവതിയുടെ മകന് പരിക്കേൽക്കുകയും ചെയ്ത ഒരു പശ്ചാത്തലം കൂടി ഉണ്ട്. ഇത് വലിയ ആക്ഷേപമാണ് ഉയർത്തിയത്, വലിയ ആരോപണങ്ങൾ നേരിടുന്ന തീർച്ചയായും. അങ്ങനെ ആ രേവതിയുടെ മകന് പരിക്കേറ്റിരുന്നു. ആ മകന്റെ ചികിത്സ അല്ലു അർജുൻ ഏറ്റെടുത്തിരുന്നു. കുടുംബത്തിന് 25 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പോലീസ് നിയമ നടപടിയുമായി മുന്നോട്ട് പോയി. അതിനിടെ അഭിലാഷ്, പോലീസ് അറസ്റ്റ് ചെയ്യാനെത്തിയപ്പോൾ പോലീസിന്റെ നടപടിയോട് അല്ലു അർജുൻ അതൃപ്തി രേഖപ്പെടുത്തുന്നതൊക്കെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. മാത്രമല്ല അതിനുശേഷം അല്ലു അർജുൻ്റെ ഭാഗത്തുണ്ടായ പ്രതികരണങ്ങൾ പോലും എന്തിനാണ് ഒരു കിടപ്പമുറിയിൽ നിന്നും തന്നെ വിളിച്ചെഴുന്നേൽപ്പിച്ചു കൊണ്ടുപോയി ഈ രീതിയിൽ നാടകീയമായ ഒരു അറസ്റ്റ്, ആ ഒരു നടപടിയിലേക്ക് പോലീസ് എന്തിനാണ് നീങ്ങിയതെന്ന ചോദ്യം അല്ലു അർജുൻ ഉന്നയിക്കുന്നുണ്ടല്ലോ, അല്ലു അർജുൻ്റെ ആരാധകർ ഉന്നയിക്കുന്നുണ്ട്. ഈ സംഭവത്തിന് പിന്നാലെ, നാടകീയമായ അറസ്റ്റിന് പിന്നാലെ ഏതെങ്കിലും രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അവിടെ ഉയരുന്നുണ്ടോ അഭിലാഷ്? തീർച്ചയായും അല്പസമയം മുമ്പാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആരാധകരുടെ ഭാഗത്ത് നിന്ന് വലിയ എതിർപ്പുകളും വിയോജിപ്പുകളും ഉണ്ടാകും. പക്ഷേ പോലീസിന്റെ നടപടിയെ നമുക്ക് ആ രീതിയിൽ വിമർശിക്കാൻ സാധിക്കില്ല ടോം. കാരണം നമുക്കറിയാം, കേരളത്തിൽ തന്നെ കഴിഞ്ഞ ദിവസമാണ് നടൻ ദിലീപ് ശബരിമലയിൽ ദർശനം നടത്തിയത്. ആ ദർശനത്തെ അടക്കം ഹൈക്കോടതി വിമർശിച്ച ഒരു പശ്ചാത്തലമുണ്ടാകുന്നു. ദിലീപിന് എന്ത് പ്രത്യേകതയാണുള്ളത്, എന്തിനാണ് VIP പരിഗണന നൽകുന്നത് എന്നുള്ളതാണ്. ഇവിടെ കൃത്യമായി ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ കേസിൽ പ്രതിഭാഗത്തേക്ക് വരുന്നത് അല്ലു അർജുനാണ്. അല്ലു അർജുന് വലിയ താര പരിവേഷം ഉണ്ടാകാം, വലിയ ആരാധകർ ഉണ്ടാകാം. പക്ഷേ അല്ലു അർജുൻ ടോമിനെ പോലെ, അഭിലാഷ് KP യെ പോലെയൊക്കെ നിയമത്തിന് മുന്നിൽ തുല്യരാണ്. അതിൽ ഒരു മാറ്റവുമില്ല. സ്വാഭാവികമായും ഇവിടെ ഉണ്ടാകാൻ പോകുന്ന ഒരു പ്രതിസന്ധി എന്നത് അല്ലു അർജുൻ ഈ വിഷയത്തിൽ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. തനിക്കെതിരായ FIR റദ്ദാക്കണം, കേസ് റദ്ദാക്കണം, അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഒഴിവാക്കണം എന്നുള്ളതാണ് ഈ ആവശ്യം. ഇങ്ങനെ ഒരു ആവശ്യം കോടതിയിലേക്ക് എത്തുമ്പോൾ, കേസ് കോടതി പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായും നിയമ സംവിധാനത്തിന് മുന്നിൽ നിന്ന് ചില ചോദ്യങ്ങൾ ഉയരും. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട്, ഒരു സ്ത്രീ മരണപ്പെട്ട സംഭവം ഉണ്ടായിട്ട് എന്ത് നടപടിയാണ് പോലീസ് സ്വീകരിച്ചത് എന്നതായിരിക്കും ആ ചോദ്യം. അതിന് പോലീസിന് കൃത്യമായ മറുപടി നൽകേണ്ടതായി വരും. ആ മറുപടിയിൽ ആണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ തന്നെ ചില അറസ്റ്റുകൾ നേരത്തെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഒന്ന് ഈ സന്ധ്യ തിയേറ്ററിൻ്റെ സീനിയർ മാനേജറെ ആണ്. അതായത് ആ തിയേറ്ററിൽ കൃത്യമായി സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയില്ല, കൃത്യമായി പോലീസിനെ അറിയിച്ചില്ല. ഈ തിക്കും തിരക്കും ഒരു നിശ്ചിത ശതമാനത്തിൽ കൂടുതൽ ആളുകൾ അത് എവിടെ ഒത്തുകൂടിയാലും അതിൻ്റെ സംഘാടകർ കൃത്യമായി ആ പ്രതിസന്ധി പോലീസ് സംവിധാനത്തെ അറിയിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു അറസ്റ്റ് ഉണ്ടായത്. മറ്റൊന്ന്, ഈ ബൗൺസർമാർ എന്നൊക്കെ പറഞ്ഞ് താരങ്ങൾ അംഗരക്ഷകരെ ഒപ്പം നിർത്തുമ്പോൾ അവർ നിയമത്തിന് അതീതരല്ല എന്നത് മനസ്സിലാക്കേണ്ടതുണ്ട്. അവർക്ക് ഏതെങ്കിലും മറ്റൊരു വ്യക്തിയെ മർദ്ദിക്കാനോ അവിടെ നിന്ന് വിരട്ടി ഓടിക്കാനോ ഒന്നുമുള്ള ഒരു നിയമപരവുമായ അവകാശവുമില്ല. അങ്ങനെ ഉള്ള ബൗൺസർമാർ ആണ്, അല്ലെങ്കിൽ അംഗരക്ഷകർ ആണ് ഈ വലിയ തിക്കും തിരക്കും സൃഷ്ടിച്ചത്, ഈ അപകട മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. അവരിൽ ചിലരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒപ്പം ഇതിൽ പ്രധാനപ്പെട്ട ആൾ എന്നത് അല്ലു അർജുൻ തന്നെയാണ്. താരപരിവേഷം ഉള്ളതുകൊണ്ട് ആണോ അല്ലു അർജുനെ മാറ്റി നിർത്തിയത് എന്ന ചോദ്യം സ്വാഭാവികമായും കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകും. നമുക്കറിയാം, വഞ്ചിയൂരിൽ CPIMന്റെ സമ്മേളനം നടക്കുമ്പോൾ അവിടെ അടക്കം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉയർന്ന ചോദ്യം, എന്തുകൊണ്ട് നേതാക്കളെ അറസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നേതാക്കൾക്കെതിരെ നടപടിയെടുക്കാൻ പോലീസ് ധൈര്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. അവിടെ നമുക്കറിയാം, ആ സ്റ്റേജിൻ്റെ അല്ലെങ്കിൽ സ്റ്റേജ് കെട്ടിയ ആളുകളെയും അതിൻ്റെ സാധന സാമഗ്രികളും ഒക്കെയാണ് പോലീസ് പിടികൂടിയത്. അപ്പോൾ സ്വാഭാവികമായും ഈ വിഷയവും കോടതിയിലേക്ക് വരുമ്പോൾ എന്ത് നടപടിയെടുത്തു ഇത്രയും ദിവസമുണ്ടായിട്ട്, അതായത് അല്ലു അർജുൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണമൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ അല്ലു അർജുൻ അങ്ങനെ ഏതെങ്കിലും സുരക്ഷാ സംവിധാനത്തിലോ അംഗരക്ഷകരുടെ വലയത്തിലോ ഒക്കെ ആയിരുന്നോ എന്നുള്ളത് നമുക്ക് അറിയില്ല. അല്ലെങ്കിൽ അല്ലു അർജുനെ പോലീസ് ബന്ധപ്പെട്ടിരുന്നോ, കോടതിയിൽ എത്തണം എന്ന് ആവശ്യപ്പെട്ടിരുന്നോ, ഇതൊന്നും നമുക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ ഈ പോലീസ് അവിടെ എത്തി അല്ലു അർജുൻ്റെ വീട്ടിൽ എത്തി അറസ്റ്റ് ചെയ്തു എന്നതിന് നമുക്ക് തള്ളിക്കളയാനാകില്ല. ഒരു പക്ഷേ ഈ അന്വേഷണത്തോട് സഹകരിച്ചിട്ടുണ്ടാകണമെന്നില്ല അല്ലു അർജുൻ. പോലീസിന്റെ നടപടി അഭിനന്ദിക്കേണ്ടതാണ്. കാരണം നമുക്കറിയാം അഭിലാഷ്, കേരളത്തിലാണ് ഇതുപോലൊരു സംഭവം ഉണ്ടായതെങ്കിൽ, കേരളത്തിൽ സിനിമാ മേഖലയിൽ ലൈംഗിക പീഡന പരാതികൾ പോലും ഉയർന്നു വന്നപ്പോഴും അവിടെ ഈ പ്രതികളായിട്ടുള്ള സിനിമാ താരങ്ങൾക്ക്, സൂപ്പർ താരങ്ങൾക്കൊക്കെ കോടതിയിൽ പോയി ജാമ്യം നേടാനുള്ള സാഹചര്യമൊക്കെ കേരള പോലീസ് ഒരുക്കിയതാണ്. പക്ഷേ ഹൈദരാബാദ് പോലീസ് വളരെ നീതിപൂർവ്വം തന്നെ പ്രവർത്തിക്കുന്നു. അല്ലു അർജുന് മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയിൽ പോകാനുള്ള സാഹചര്യം പോലും ഒരുക്കിയില്ല.
എന്തുകൊണ്ടാണ് ഇത്തരമൊരു അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടി ഉണ്ടാകുമെന്നറിഞ്ഞിട്ടും അല്ലു അർജുൻ എന്തുകൊണ്ടാണ് അത്തരമൊരു മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിക്കാതിരുന്നത് അഭിലാഷ്? അല്ലു അർജുൻ കോടതിയെ സമീപിച്ചിരുന്നു ടോം. പ്രത്യേകിച്ച് തനിക്കെതിരായ കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം കോടതിയെ സമീപിച്ചത്. എന്നാൽ ആ വിഷയത്തെ അടിയന്തരമായി പരിഗണിക്കാൻ കോടതി തയ്യാറായില്ല. ഒരുപക്ഷെ വരും ദിവസങ്ങളിലടക്കം അങ്ങനെ പരിഗണിക്കും എന്നും അതുവരെയെങ്കിലും അല്ലു അർജുൻ്റെ അറസ്റ്റ് ഉണ്ടാകില്ല എന്നുമാണ് പൊതുവെ വിലയിരുത്തിയിരുന്നത്. തനിക്കെതിരായ FIR റദ്ദാക്കണം എന്നാണ് അല്ലു അർജുൻ നൽകിയിട്ടുള്ള ഹർജിയിലെ ആവശ്യം. അതോടൊപ്പം തന്നെ ഈ ആരാധികയുടെ അല്ലെങ്കിൽ 35-കാരിയുടെ മരണത്തിൽ തനിക്ക് പങ്കില്ല എന്നും ഈ ഹർജിയിൽ പറയുന്നുണ്ട്. തിക്കും തിരക്കും താനായി സൃഷ്ടിച്ചതല്ല എന്ന വിവരവും ഈ ഹർജിയുടെ ഭാഗമായി കൂട്ടിച്ചേർക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒപ്പം ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടത് ടോം, ഈ കുടുംബത്തെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടി ഈ കുട്ടിയുടെ, അതായത് മരണപ്പെട്ട സ്ത്രീയുടെ കുട്ടിയുടെ ചികിത്സാ ചെലവ് ഏറ്റെടുക്കാമെന്ന് അല്ലു അർജുൻ അറിയിച്ചതാണ്. ഒപ്പം ഈ കുടുംബത്തിന് 25 ലക്ഷം രൂപയുടെ അടിയന്തര ധനസഹായം നൽകുമെന്നൊക്കെ അല്ലു അർജുൻ അറിയിച്ചതാണ്. പക്ഷേ അതൊന്നും നിയമപരമായ നടപടികൾ അല്ല, അതിന് പുറത്തു നടക്കുന്ന ഒന്നാണ്. കോടതിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു തിക്കും തിരക്കും ഉണ്ടാകുന്നു. ആ തിക്കിലും തിരക്കിലും പെട്ട് ഒരു യുവതി 35-കാരി മരണപ്പെടുന്നു. അതിന് കാരണമായ പശ്ചാത്തലം എന്നത് കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാൻ തയ്യാറായില്ല, അല്ലെങ്കിൽ അതിന് സാധിച്ചില്ല, അത് അറിയിച്ചില്ല എന്നുള്ളതാണ്. താരപരിവേഷം ഉള്ള ഒരാൾ വലിയ ആൾക്കൂട്ടത്തെ സൃഷ്ടിച്ചുകൊണ്ട് അതിനിടയിലേക്ക് എത്തി ക്രമസമാധാനമടക്കം തകർക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതിൽ ബോധപൂർവമായ മർദ്ദനം, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് 105, 108, 1 ഉപവകുപ്പുകൾ അടക്കം ആണ് ചുമത്തിയിട്ടുള്ളത്. അതിൽ ബോധപൂർവമായ ദേഹോപദ്രവം എന്ന വകുപ്പ് അടക്കം ചുമത്തിക്കൊണ്ടാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. അവിടെയാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഹൈദരാബാദ് അല്ലെങ്കിൽ തെലങ്കാന, ആന്ധ്രാപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ താരങ്ങളുടെ പരിവേഷം എന്നത് മലയാളികൾ നൽകുന്ന താരപരിവേഷമല്ല, ദൈവതുല്യരായൊക്കെ അവരെ കാണുന്ന സാഹചര്യമാണുള്ളത്. വൈകാരികമാണ് പലപ്പോഴും ഈ താരങ്ങളോടുള്ള ആരാധന. അത്തരം പ്രതിഷേധങ്ങളും എതിർപ്പുകളും വിയോജിപ്പുകളും ഒക്കെ വരും മണിക്കൂറുകളിൽ ഉണ്ടാകാനുള്ള സാധ്യത പോലുമുണ്ട്. ആ സാധ്യതകളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന്, ഹൈദരാബാദ് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ഇടപെടൽ ഉണ്ടാകുന്നത്. മാത്രമല്ല, ഇപ്പോൾ ദിവസങ്ങൾ പലത് കഴിഞ്ഞു എന്നതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ടോം. കാരണം ഡിസംബർ 4-ാം തീയതിയാണ് പ്രീമിയർ ഷോയ്ക്കിടെ ഇങ്ങനെയൊരു ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ ദിവസങ്ങൾ പിന്നിട്ടിട്ടും പോലീസ് എന്തു ചെയ്യുകയായിരുന്നു? എന്തുകൊണ്ടാണ് ഈ ഒരു കൊലപാതകം എന്ന നിലയിലേക്ക് വിലയിരുത്തപ്പെടേണ്ട, അല്ലെങ്കിൽ ഒരു മരണം എന്നത് ഒരു അസാധാരണമായ മരണം അല്ല എന്ന് കൃത്യമായി പോലീസിന് ബോധ്യപ്പെട്ട ഒരു സംഭവത്തിൽ അല്ലു അർജുൻ ഉൾപ്പെടെയുള്ളവർ പ്രതിപട്ടികയിലേക്ക് വരുമ്പോൾ അല്ലു അർജുനെ എന്തുകൊണ്ട് ചോദ്യം ചെയ്തില്ല, എന്തുകൊണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയില്ല എന്ന സ്വാഭാവികമായ ചോദ്യം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക തന്നെ ചെയ്യും. ഇനിയിപ്പോൾ ജാമ്യമോ, അല്ലെങ്കിൽ സ്വാഭാവികമായും നമുക്കറിയാം, അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ 24 മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കും. കോടതിയിൽ ഹാജരാക്കുമ്പോൾ സ്വാഭാവികമായും അല്ലു അർജുനുമേൽ വലിയ കുറ്റങ്ങൾ അല്ല, അല്ലെങ്കിൽ അത്രമേൽ വലിയ ഗൗരവമേറിയ വകുപ്പുകളല്ല ചുമത്തപ്പെട്ടതെങ്കിൽ പ്രാഥമികമായി അല്ലു അർജുൻ വലിയ കുറ്റക്കാരനല്ല എന്ന് ബോധ്യപ്പെട്ടാൽ കോടതിക്ക് തന്നെ ജാമ്യം നൽകാവുന്നതാണ്. എന്തായാലും ഹൈദരാബാദ് പോലീസ് സുരക്ഷിതമായ അവരുടെ കൃത്യനിർവഹണത്തിൽ പാളിച്ച ഉണ്ടായിട്ടില്ല എന്ന് കോടതിയെ ധരിപ്പിക്കുന്നതിന് വേണ്ട നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഒരു താരം എന്ന നിലയിൽ തീർച്ചയായും വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങളും ഒക്കെ പോലീസ് ഒരുക്കിയിട്ടുണ്ടാകണം. അങ്ങനെ ഒരു മുന്നൊരുക്കത്തോടു കൂടി തന്നെയാകണം ഈ അറസ്റ്റ് എന്ന് വേണം നമുക്ക് ഇപ്പോൾ അനുമാനിക്കാൻ ടോം. യെസ്, വ്യക്തമാണ്. KP അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. സൂപ്പർ താരം അല്ലു അർജുനെയാണ് ഹൈദരാബാദിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. പുഷ്പ 2 സിനിമയുടെ റിലീസിനിടെ യുവതി തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ടാണ് താരത്തിന്റെ അറസ്റ്റ്. തൊടുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകന്റെ കൈവെട്ടിയ കേസിലെ മുഖ്യപ്രതിയുടെ ശിക്ഷ മരവിപ്പിച്ചു. 3-ാം പ്രതി MK നാസറിനാണ് ഹൈക്കോടതി ജാമ്യം നൽകിയത്. 9 വർഷമായി ജയിലിൽ കിടന്നത് കണക്കിലെടുത്താണ് ജാമ്യം. NIA കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചയാളാണ് നാസർ. വിശദാംശങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകന്റെ കൈവെട്ടിയ കേസിലെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളായിരുന്നു ഈ നാസർ. നാസറിന് കോടതി നേരത്തെ NIA കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചതാണ്. പക്ഷേ ഇവിടെ ഏത് സാഹചര്യത്തിലാണ് ഈ പ്രതിയുടെ ശിക്ഷ കോടതി ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുന്നത്?
ടോം, അതായത് 9 വർഷമായി ഈ കേസിലെ 3-ാം പ്രതിയാണ് നാസർ. കഴിഞ്ഞ 9 വർഷമായി നാസർ ജയിലിൽ തുടരുകയാണ്. ഇതിൽ ഹൈക്കോടതിക്ക് ജാമ്യം അനുവദിക്കേണ്ട സാഹചര്യമുണ്ട്. ഈ കേസിന്റെ കേസ് കഴിഞ്ഞ 9 വർഷമായി ഇദ്ദേഹം നാസർ ജയിലിൽ കിടക്കുന്ന സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ ആ കേസ് മരവിപ്പിച്ച ശേഷം വേണം അതിൽ ജാമ്യം അനുവദിക്കാനുള്ള സാങ്കേതികമായ ഒരു പ്രൊസീജിയറാണ് അത്. അല്ലെങ്കിൽ ജയിലിൽ നിന്ന് ലഭിക്കേണ്ടത് പരോളാണ്. ആ പരോൾ അനുവദിക്കേണ്ടത് ജയിൽ അധികൃതരുമാണ്. അത് കോടതിയല്ല അനുവദിക്കേണ്ടത്. പക്ഷേ കോടതി അനുവദിക്കുമ്പോൾ, ജാമ്യം അനുവദിക്കുന്ന സാഹചര്യത്തിലേക്ക് വരുമ്പോൾ താൽക്കാലികമായെങ്കിലും കേസിന്റെ നടപടിക്രമങ്ങൾ, ഈ ശിക്ഷാവിധി മരവിപ്പിച്ച ശേഷമാണ് ജാമ്യം നൽകാൻ ഹൈക്കോടതിക്ക് അധികാരമുള്ളൂ. ആ ഒരു പ്രൊസീജിയറാണ് ഇപ്പോൾ നടന്നത്. 9 വർഷത്തിന് ശേഷമാണ് നാസർ ജയിലിൽ നിന്നും പുറത്തിറങ്ങുന്നത്, ജാമ്യം നേടി പുറത്തിറങ്ങുന്നത് എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. നമുക്കറിയാം, തൊടുപുഴ ന്യൂമാൻസ് കോളേജിലെ അധ്യാപകനായിരുന്ന പ്രൊഫസർ ടി.ജെ. ജോസഫിന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയതുമായി ബന്ധപ്പെട്ടുള്ള സംഭവം, അതിൽ നിന്ന് ആരോപിച്ച് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ ടി.ജെ. ജോസഫിന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കോലാഹലങ്ങൾക്കൊടുവിലാണ് ഒടുവിൽ 29 പ്രതികൾക്കെതിരെയാണ് 2013 NIA കോടതി കുറ്റപത്രം സമർപ്പിച്ചതെങ്കിലും പിന്നീട് അത് 6 പ്രതികളിലേക്ക് ചുരുങ്ങി. 6 പ്രതികളിൽ 6 പ്രതികൾക്കാണ് ശിക്ഷ വിധിച്ചത്. അതിൽ ആദ്യത്തെ 3 പേരാണ്. 3-ാമത്തെ പ്രതിയാണ് നാസർ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കേണ്ട ആളാണ്. ബാക്കി 3 പ്രതികൾ 3 വർഷം തടവ് അനുഭവിച്ചാൽ മതിയെന്നായിരുന്നു ശിക്ഷ. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ തന്നെ നാസർ 3-ാം പ്രതിയാണെന്ന് സൂചിപ്പിച്ചിരുന്നത്. കേസിൽ 1-ാം പ്രതി സവാദിന്റെ ശിക്ഷാവിധി ഇനിയുമായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കഴിഞ്ഞ വർഷമാണ് 13 വർഷത്തെ ഒളിവിന് ശേഷം സവാദിനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അത് മാത്രമല്ല, സവാദിനെ പിടികൂടാൻ ഇനാം പ്രഖ്യാപിച്ചുകൊണ്ട് NIA ഇനാം പ്രഖ്യാപിച്ചിരുന്നു. 10 ലക്ഷം രൂപ സവാദിനെ പറ്റി വിവരം നൽകുന്നവർക്കോ പിടിച്ചു നൽകുന്നവർക്കോ നൽകുമെന്നുള്ള ഇനാം കൂടി പ്രഖ്യാപിച്ച സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും കഴിഞ്ഞ വർഷം ആണ് സവാദിനെ, കണ്ണൂര് ഒരു മരപ്പണിക്കാരനായി ജോലി നോക്കുന്ന സവാദിനെ പോപ്പുലർ ഫ്രണ്ടിന്റെ സംരക്ഷണയിൽ തന്നെയാണ് സവാദ് ഒളിവിൽ കഴിഞ്ഞതെന്നാണ് വ്യക്തമാകുന്നത്. ഇത്രയും സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ 9 വർഷത്തിന് മുൻപാണ് നാസർ ഉൾപ്പെടെയുള്ള പ്രതികൾ ജയിലിലേക്ക് പോകുന്നത്. ജീവപര്യന്തം തടവ് തന്നെയാണ് NIA കോടതി നാസറിനെ വിധിച്ചിട്ടുള്ളതും. ഇതിൽ ഇപ്പോൾ നടന്നിരിക്കുന്ന ഒരു സാങ്കേതികമായുള്ള ഒരു പ്രൊസീജിയറാണ് അറിയേണ്ടത്. കാരണം ജീവപര്യന്തം തടവാണ്. ഇവിടെ 9 വർഷം മാത്രമാണ് ഇതുവരെയും തടവ് ശിക്ഷ അനുഭവിച്ചിട്ടുള്ളത്. പിന്നെ ഏത് സാഹചര്യത്തിലാണ് കോടതി ഇയാളുടെ നാസറിൻ്റെ ശിക്ഷ മരവിപ്പിച്ചത് എന്ന ചോദ്യം ഉയരുന്നുണ്ട്. ഇതിനെ സർക്കാർ ഒരു ഘട്ടത്തിലും കോടതിയിൽ ഇത്തരം അപേക്ഷയുമായി, ഈ ജാമ്യാപേക്ഷയുമായി മുന്നോട്ട് പോയപ്പോൾ സർക്കാർ ഒരു തരത്തിലും ആ ജാമ്യാപേക്ഷയെ എതിർത്തിരുന്നില്ലേ ആജ്ഞ? തീർച്ചയായും ടോമസ്. കാരണം പ്രത്യേകിച്ചും നമുക്കറിയാം, കേരളം ഞെട്ടിയ ഒരു കേസ് തന്നെയാണ് അതും. ഒരു ന്യൂമാൻസ് കോളേജിലെ മലയാളം ഇന്റേണൽ പരീക്ഷയുടെ ചോദ്യപേപ്പറിൽ വന്ന ചോദ്യം PT കുഞ്ഞുമുഹമ്മദിന്റെ തിരക്കഥയിലെ രീതിശാസ്ത്രം എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ആ ചോദ്യം. അതേ ചോദ്യം തന്നെ, അതായത് ഭ്രാന്തൻ ദൈവത്തോട് ചോദിക്കുന്നു. ഈ ഭ്രാന്തൻ എന്ന പേര് മാറ്റി മുഹമ്മദ് എന്ന് പേരിട്ടതായിരുന്നു. അത് ഒരു കോളേജിലെ ഇന്റേണൽ പരീക്ഷയ്ക്ക് നടന്ന ചോദ്യപേപ്പർ പിന്നീട് മാധ്യമം പത്രത്തിൽ അച്ചടിച്ചു വരികയും അത് പിന്നീട് വലിയ വിവാദമായി മതനിന്ദയ്ക്കെതിരെ പോലീസ് സ്വമേധയാ കേസെടുക്കുന്ന സാഹചര്യമുണ്ടായി. കോളേജ് ഈ പ്രൊഫസറെ സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യത്തിലേക്കും ഉണ്ടായിരുന്നു. പിന്നീട് PT കുഞ്ഞുമുഹമ്മദിന്റെ ഗർഷോം എന്ന സിനിമയിൽ മുരളിയുടെ കഥാപാത്രം ഇതേ ഡയലോഗ് പറയുന്ന സാഹചര്യവും സിനിമയിലുണ്ട്. ഇതൊക്കെ അദ്ദേഹം പിന്നീട് തന്റെ ആത്മകഥയിൽ, പ്രൊഫസർ ടി.ജെ. ജോസഫ് പിന്നീട് തന്റെ ആത്മകഥയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തെ മതനിന്ദ ആരോപിച്ച ശേഷം അത് വലിയ പ്രശ്നമാക്കുകയും മത സൗഹാർദ്ദത്തെ തകർക്കുകയും മത തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു തരത്തിലേക്ക് ആ കേസ് മാറുകയും കേരളത്തിന്റെ മതസൗഹാർദ്ദത്തെ ഞെട്ടിക്കുന്ന തരത്തിലേക്ക് അത് മാറുകയും ചെയ്തൊരു സാഹചര്യമുണ്ട്. ഇത് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ രാവിലെ പള്ളിയിൽ പോകുന്ന പ്രൊഫസറെയും ഭാര്യയോടും സഹോദരിയോടൊപ്പം പള്ളിയിൽ പോകുന്ന പ്രൊഫസറെ തടഞ്ഞു നിർത്തിയാണ് ഈ കൈപ്പത്തി മഴുകൊണ്ട് ഈ 1-ാം പ്രതി സവാദ് കൈപ്പത്തി വെട്ടിമാറ്റുകയും അത് അടുത്ത പറമ്പിലേക്ക് വലിച്ചെറിയുകയും ചെയ്യുന്ന സാഹചര്യം. അത്രയും കേരളത്തെ ഞെട്ടിച്ച, അതല്ലെങ്കിൽ മത തീവ്രവാദം കേരളത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന് വ്യക്തമാകുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഈ കേസിന് ഇത്രയധികം പ്രയോറിറ്റി നൽകിയത്. പക്ഷേ ഇവിടെ നാസറിന്റെ കേസിൽ ഇത് ജീവപര്യന്തം വിധിച്ചിരിക്കുന്നത് NIA കോടതിയാണ്. ഇതിനെ നാസറിന് അപ്പീൽ പോകാം, അപെക്സ് കോടതികളിലേക്ക് അപ്പീൽ പോകാനുള്ള സാഹചര്യമുണ്ട്. അപ്പീലിനുള്ള
അപേക്ഷ നൽകിയിട്ടുമുണ്ട്. ഈ അപ്പീൽ പരിഗണിച്ച ശേഷം മാത്രമേ അതല്ലെങ്കിൽ അപ്പീലിൽ ഉയർന്ന കോടതികൾ മേൽക്കോടതികൾ എന്ത് തീരുമാനമെടുക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇവിടെ ഇത് ശിക്ഷാവിധി എന്ത് എന്ന് പൂർണ്ണമായും തീരുമാനിക്കാൻ പറ്റുള്ളൂ. നിലവിൽ NIA കോടതി നൽകിയിരിക്കുന്ന ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചു വരികയാണ് നാസർ. ഈ അപ്പീലിന്മേലുണ്ടാകുന്ന തീരുമാനം വരെ അതായത് ഒരു ശിക്ഷാവിധി അനുഭവിക്കുന്നത് കൊണ്ട് അത് അപ്പീൽ കഴിഞ്ഞ ശേഷം മാത്രമേ പൂർണ്ണമായ ശിക്ഷാവിധി അതല്ലെങ്കിൽ ഈ കേസിലെ ശിക്ഷാവിധി എന്തെന്ന് വ്യക്തമാവുകയുള്ളൂ. അതുവരെ ഈ ശിക്ഷാവിധി മരവിപ്പിക്കാനുള്ള റൈറ്റ് കോടതിക്കുണ്ട്. ഇപ്പോൾ ഈ ഹൈക്കോടതിയുടെ നടപടിയിലോട് NIA പ്രതികരണം എന്താണ്? NIA ഇതിനെതിരെ അപ്പീൽ നൽകാനുള്ള സാധ്യതയുണ്ടോ? NIAക്ക് അതായത് ഈ കാര്യത്തിൽ ഹൈക്കോടതി ഉയർന്ന കോടതിയാണ് ഈ കാര്യത്തിൽ തീരുമാനം എടുത്തിട്ടുള്ളത്. ടോം, NIAക്ക് വേണമെങ്കിൽ ഇതിൽ പറഞ്ഞതുപോലെ അതിനകത്ത് വിയോജിപ്പ് പ്രകടിപ്പിക്കാം എന്നൊരു സാഹചര്യമുണ്ട്. കാരണം NIA കോടതി വിധിച്ചിരിക്കുന്ന ശിക്ഷയാണ് ഈ മേൽക്കോടതി റദ്ദ് ചെയ്തിരിക്കുന്ന മരവിപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യം, റദ്ദ് ചെയ്തതല്ല മരവിപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുള്ളത്. അതായത് മറ്റ് പ്രൊസീജിയർ അതായത് NIA കോടതിയുടെ വിധിന്മേലാണ് ഈ ജീവപര്യന്തം അനുഭവിക്കുന്നതും ജീവപര്യന്തത്തിന് അപ്പീൽ തേടി നാസർ ഉയർന്ന കോടതികളെ സമീപിച്ചിരിക്കുന്നതുമാണ്. ഈ അപ്പീൽ പരിഗണിച്ച ശേഷം അത് അപ്പീൽ പരിഗണിക്കുന്നതും ഉയർന്ന കോടതികളുടെ റൈറ്റാണ്. അതൊരു ഒരു നോർമൽ പ്രൊസീജിയറുമാണ്. അതിനുശേഷം മാത്രമേ ഇത് ശിക്ഷാവിധിയിൽ ഇളവ് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയുള്ളൂ. അത്തരം സാഹചര്യങ്ങളിൽ ഒരുപക്ഷെ NIA കോടതിക്ക് പൂർണ്ണമായും ഇടപെടാം, അതല്ലെങ്കിൽ തങ്ങളുടെ അഭിപ്രായം വ്യക്തമാക്കാം. ഇത് 9 വർഷമായ ഒരു പ്രതി പരാള് പോലും ലഭിക്കാതെ ജയിലിൽ കിടക്കുന്ന സാഹചര്യത്തെ ചോദ്യം ചെയ്തുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി ജാമ്യം അനുവദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിയത്. അതല്ലെങ്കിൽ ഇത് ജയിലധികൃതർ മാത്രം പരോള് നൽകുന്ന ഒരു പ്രൊസീജിയർ അതിനുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ജാമ്യം വേണം എന്നുള്ള അപേക്ഷയിന്മേൽ ജാമ്യം നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഹൈക്കോടതിക്ക് നീങ്ങണമെങ്കിൽ ഹൈക്കോടതിക്ക് ഏത് കോടതിക്കാലും നീങ്ങണമെങ്കിൽ നിലവിലുള്ള ശിക്ഷാവിധി മരവിപ്പിച്ച ശേഷം വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത തിരുവനന്തപുരത്ത് നിന്ന് വരുന്നുണ്ട്. ആ വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവിന് പോകുന്നത്. തിരുവനന്തപുരത്ത് ഹോട്ടലിൽ മദ്യപിച്ച് പോലീസുകാരുടെ തമ്മിലടി. ഹോട്ടൽ ഉടമയുടെ മദ്യസൽക്കാരത്തിനിടെ കുപ്രസിദ്ധ ഗുണ്ടകളുടെ സാന്നിധ്യത്തിലായിരുന്നു ഉദ്യോഗസ്ഥർ തമ്മിലടിച്ചത്. 2 സർക്കിൾ ഇൻസ്പെക്ടർമാരാണ് തമ്മിലടിച്ചത്. ഈ മാസം 2-ാം തീയതിയായിരുന്നു സംഭവം. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് VV അരുൺ ചേരുന്നുണ്ട്. അരുൺ, തിരുവനന്തപുരത്ത് ഈ പോലീസും ഗുണ്ടകളും തമ്മിലുള്ള ബന്ധവുമായി ബന്ധപ്പെട്ടൊക്കെ പല വാർത്തകളും പുറത്തു വന്നിട്ടുള്ളതാണ്. പക്ഷേ ഇത് പോലീസ് സേനയ്ക്ക് തന്നെ നാണക്കേടുണ്ടാക്കുന്ന രീതിയിൽ 2 CIമാർ മദ്യസൽക്കാരത്തിനിടെ തമ്മിലടിക്കുന്ന സംഭവം അത് എവിടെ വെച്ചായിരുന്നു, എപ്പോഴായിരുന്നു? ടോം, തിരുവനന്തപുരത്ത് പേരൂർക്കടയ്ക്ക് സമീപം വഴയിലയിൽ ഒരു പുതിയ ഹോട്ടൽ കഴിഞ്ഞ 4-ാം തീയതിയായിരുന്നു ഉദ്ഘാടനം. 4-ാം തീയതി ഉദ്ഘാടനം നടന്നത്. ആ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായി ഹോട്ടൽ ഉടമ സ്ഥലത്തെ പ്രധാനികൾക്കൊക്കെ സത്കാരം നടത്തി. ആ സത്കാരത്തിലാണ് തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട ചില ഉദ്യോഗസ്ഥർ കൂടി പങ്കെടുത്തത്, പോലീസ് ഉദ്യോഗസ്ഥർ കൂടി പങ്കെടുത്തത്. ഇതിൽ നിരവധി ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. ഒരു SP കുടുംബസമേതം ആ വിരുന്നിന്, ആ സത്കാരത്തിന്, ഹോട്ടൽ ഉടമയുടെ സത്കാരത്തിന് എത്തിയിരുന്നു. അവിടെയാണ് 2 സർക്കിൾ ഇൻസ്പെക്ടർമാർ, ഒരാൾ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരാണ്, മറ്റൊരാൾ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ സർക്കിൾ ഇൻസ്പെക്ടറാണ്. ഇവർ തമ്മിൽ സംസാരമാവുകയും തമ്മിൽ അടി ഉണ്ടാവുകയും ചെയ്തത്. ഇതിലൊരാൾക്കൊപ്പം വന്ന പോലീസുകാർ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ, മറ്റ് സർക്കിൾ ഇൻസ്പെക്ടറെ ഈ CIകൾക്കൊപ്പം ചേർന്ന് മർദ്ദിക്കുകയും ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തലസ്ഥാനത്തെ പ്രസിദ്ധരായ ഗുണ്ടകൾ ഈ സമയത്ത് ഈ സ്ഥലത്തുണ്ടായിരുന്നു. ചില ഉദ്യോഗസ്ഥർക്കൊപ്പം ഗുണ്ടകളും മദ്യപിക്കുന്നുണ്ടായിരുന്നുള്ളതാണ്. അതായത് ഗുണ്ടകളും പോലീസുകാരും ഒരുമിച്ച് മദ്യപിക്കുന്നു. അവിടെ പോലീസ് ഉദ്യോഗസ്ഥർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. അതിൻ്റെ പേരിൽ അത് കൂട്ടടിയിലേക്ക് പോകുന്നു. അങ്ങനെ സംഭവമാണ് 4-ാം തീയതി ഹോട്ടലിൽ നടന്നത്. വളരെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ തന്നെയാണ് 2 പേരും. നഗരത്തിലെ പ്രധാനപ്പെട്ട സർക്കിൾ ഇൻസ്പെക്ടർമാർ. മറ്റൊരാൾ അടുത്തിടെ ഒരു കൺഫേർഡ് IPS ലഭിച്ച ഒരു SP ആണ്. അദ്ദേഹം അവിടെ ആ സമയത്ത് കുടുംബസമേതമാണ് ഉണ്ടായിരുന്നത്. ഈ തർക്കത്തിൽ അദ്ദേഹം പങ്കാളിയായതായി നമുക്ക് അറിവില്ല. പക്ഷേ ഈ 2 സർക്കിൾ ഇൻസ്പെക്ടർമാർ തമ്മിൽ ആദ്യം തെറിവിളിയാവുകയും പിന്നീട് അവിടെ അത് പരസ്പരം അടിയിലേക്ക് മാറുകയും ചെയ്തു. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ഉദ്യോഗസ്ഥൊപ്പം ഉണ്ടായിരുന്ന ചില പോലീസുകാർ മറ്റൊരു ഈ അടികൊണ്ട ഒരാളെ അടിക്കുകയും ചെയ്തു. അതായത് കീഴുദ്യോഗസ്ഥർ കൂടി ഈ അടിയിൽ പങ്കാളികളാവുകയും തൻ്റെ ഓഫീസ് സംരക്ഷിക്കാൻ അതേ റാങ്കിലുള്ള മറ്റൊരു ഓഫീസറെ മർദ്ദിക്കുകയും ചെയ്തു. അത്തരമൊരു സംഭവമാണ് കഴിഞ്ഞ 4-ാം തീയതി തിരുവനന്തപുരത്ത് ഉണ്ടായത്. ഗുണ്ടകളുടെ ഒരാളല്ല, പല ഗുണ്ടകൾ ഈ പാപ്പനംകോടും അതുപോലെ തന്നെ നഗരത്തിലുമൊക്കെയുള്ള പല ഗുണ്ടകൾ ഈ സത്കാരത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. ഇപ്പോൾ ഒരു ഹോട്ടൽ മാത്രമാണ്. ഹോട്ടൽ അനുമതി വാങ്ങാൻ അവർ തയ്യാറായി നിൽക്കുകയാണ്. ബാർ ഹോട്ടലിന് അപേക്ഷിച്ചിട്ടുണ്ട്. ഒരു ബാർ ഹോട്ടൽ വൈകാതെ അവിടെ വരും. ആ ഒരു ഹോട്ടൽ വളരെ ഗൗരവ സ്വഭാവമുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. VV അരുൺ,
ഈ ഒരു സംഭവത്തെ പോലീസ് എങ്ങനെയാണ് കാണുന്നത്? കാരണം രണ്ട് പോലീസ് സേനയ്ക്ക് തന്നെ നാണക്കേടുണ്ടാക്കിയ രണ്ട് CIമാർ തമ്മിലടിക്കുന്നു. മാത്രമല്ല ഈ പോലീസ് ഉദ്യോഗസ്ഥരും ഈ ബാർ ഉടമയും തമ്മിലുള്ള ബന്ധം എന്താണ്? അവിടെ ഈ ഗുണ്ടാ സംഘങ്ങൾ എത്തുന്നു, ഈ ഗുണ്ടാ സംഘങ്ങളുമായി ഈ പോലീസുകാർക്ക് അടുപ്പമുണ്ടായിരുന്നു തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട്. സ്വാഭാവികമായും ഇപ്പോൾ ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ഇവർക്കെതിരെ ഏതെങ്കിലും രീതിയിലുള്ള അന്വേഷണമോ നടപടിയോ ഉണ്ടാകുമോ അരുൺ? ഇതുവരെ അത്തരത്തിലൊരു നടപടി ഉണ്ടായിട്ടില്ല, അന്വേഷണവും ഉണ്ടായിട്ടില്ല. ഈ ഹോട്ടൽ ഉടമയ്ക്ക് നഗരത്തിൻ്റെ മറ്റു ചില ഹോട്ടൽ കൂടി ഉള്ള ആളാണ്, അറിയപ്പെടുന്ന വ്യവസായിയാണ്. അവിടെയാണ് ഈ ഉദ്യോഗസ്ഥർ സത്കാരത്തിനെത്തുന്നത്. ഈ SP നേരത്തെ ഈ ഹോട്ടൽ ഉടമയ്ക്ക് ഹോട്ടൽ വ്യവസായമുള്ള മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലത്ത് അവിടുത്തെ DYSP ആയിരുന്ന ആൾ കൂടിയാണ്. ഇതിലെ പ്രമാദമായ കേസുകളൊക്കെ തെളിയിച്ചിട്ടുള്ള SP ആണ് ഈ സത്കാരത്തിലെത്തിയ ഈ IPS ഉദ്യോഗസ്ഥർ. അദ്ദേഹവും അവിടെ ഉണ്ടായിരുന്നു. ഈ അടിയുണ്ടാക്കിയ തമ്മിലടിച്ച രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ നേരത്തെ ലോ ആൻഡ് ഓർഡറിലൊക്കെ ജോലി ചെയ്തിട്ടുള്ള ആളുകളാണ്. സ്വാഭാവികമായും അത്തരം പരിചയമാകാം ഈ ബാർ ഉടമയുമായി ഈ ഉദ്യോഗസ്ഥർക്കുള്ളത്. ഗുണ്ടകൾ സ്വാഭാവികമായും ഇത്തരത്തിൽ ബിസിനസ്സുകാരാണ്, വ്യവസായികളാണ്. അവരോടൊക്കെ സ്വാഭാവിക അടുപ്പം ഇത്തരത്തിലുള്ള ഈ ക്രിമിനൽ കേസ് പ്രതികൾക്കുണ്ടാകാം. അങ്ങനെ തന്നെയാണ് ഈ ക്രിമിനൽ കേസ് പ്രതികളും അവിടെ എത്തിയതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഗുണ്ടകൾക്കൊപ്പം ഇരുന്ന ഈ സർക്കിൾ ഇൻസ്പെക്ടർമാർ ഉൾപ്പെടെയുള്ളവർ മദ്യപിക്കുന്നു. അങ്ങനെ മദ്യപിക്കുമ്പോഴാണ് തമ്മിൽ തർക്കമാകുന്നത്. ആ തമ്മിലെ തർക്കമാണ്, വാക്പോരാണ് പിന്നീട് കയ്യേറ്റത്തിലേക്ക് മാറുന്നത്. കയ്യേറ്റമുണ്ടാകുമ്പോൾ ഈ ഉദ്യോഗസ്ഥരൊപ്പം വന്ന കീഴുദ്യോഗസ്ഥരുണ്ട്. അവർ തൻ്റെ സീനിയർ ഉദ്യോഗസ്ഥരെ മർദ്ദിക്കാൻ ഇദ്ദേഹത്തിനൊപ്പം നിന്നു എന്നുള്ളതും കൂടി വളരെ ഗൗരവത്തോടെ കാണേണ്ട കാര്യമാണ്. പോലീസ് ഉദ്യോഗസ്ഥർ ഇത്തരം സത്കാരങ്ങൾ സ്വീകരിക്കാൻ പാടില്ല, ഇത്തരം സദസ്സുകളിൽ പങ്കെടുക്കാൻ പാടില്ല. അത് അത്ര അടുപ്പക്കാരല്ലെങ്കിൽ അത്ര പരിചയക്കാരല്ലെങ്കിൽ അത്തരം പൊതു സദസ്സുകൾ ഇങ്ങനെ മദ്യപിക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ അവരുടെ സ്വാഭാവികമായും അവരുടെ ജോലിയുടെ ഭാഗമായുള്ള വിലക്കുകളുണ്ട്. അതെല്ലാം മറികടന്നുകൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥർ ഇത്തരം ഒരു സദസ്സിൽ പങ്കെടുത്തത്. അതിൻ്റെ ഭാഗമായാണ് ഇവർ ഇത്തരം ഏറ്റുമുട്ടലിലേക്ക് സംഭവം ഉണ്ടാകുകയും പോലീസ് നാണക്കേടായ സംഭവത്തിലേക്ക് പോവുകയും ചെയ്യുന്നത്. വൈകാതെ പോലീസ് ഇക്കാര്യത്തിൽ അന്വേഷണം ആരംഭിക്കുന്നതിനാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. പക്ഷേ ഇതുവരെ അതൊരു കേസെടുക്കാനോ ആരെങ്കിലും പരാതി നൽകാനോ തയ്യാറായിട്ടില്ല. സ്പെഷ്യൽ ബ്രാഞ്ച് വിവരം അറിഞ്ഞിട്ടുണ്ടെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. വൈകാതെ അവരും ഇതിനു മുൻപ് കൊച്ചിയില് കുപ്രസിദ്ധ ഗുണ്ടയായിട്ടുള്ള തമ്മനം ഫൈസലിന്റെ ഒരു സൽക്കാരം സ്വീകരിച്ച DYSPയെ സസ്പെൻഡ് ചെയ്ത നടപടിയൊക്കെ ഈ സമീപകാലത്താണ് ഉണ്ടായത്. അങ്ങനെയെങ്കിൽ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ഈ IPS ഉദ്യോഗസ്ഥനുണ്ട്, അതായത് SP ഉണ്ട്, രണ്ട് CIമാർ ഉൾപ്പെടുന്ന മുതിർന്ന ഉദ്യോഗസ്ഥരുണ്ട്. ഇവർ ഈ ബാറിൽ എന്തിന് എത്തി എന്ന ചോദ്യം ഗുണ്ടകളുമായി ഒന്നിച്ച് ഈ സൽക്കാരത്തിൽ പങ്കെടുത്തു. ഇതൊക്കെ വലിയ രീതിയിൽ ആക്ഷേപമുയരുന്നു എന്ന് മാത്രമല്ല, ഇവർ ഈ പോലീസ് സേനയ്ക്ക് തന്നെ നാണക്കേട് ഉണ്ടാക്കുന്നു മാത്രമല്ല, ഇവർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടതല്ലേ? ആ രീതിയിൽ സ്വാഭാവികമായും പോലീസിൻ്റെ അന്വേഷണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ അരുൺ? ഏറ്റവും ചെറിയൊരു തിരുത്ത്, ഇത് നിലവിൽ ബാർ ഹോട്ടലല്ല, ബാർ ലൈസൻസിന് അപ്ലൈ ചെയ്തിട്ടുള്ളൊരു ഹോട്ടലാണ്. അവിടെ ഒരു ഹോട്ടൽ മാത്രമാണ് നിലവിൽ, ഒരു റെസ്റ്റോറൻറ്റും ഒക്കെ ഉള്ളൊരു ഹോട്ടൽ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ബാർ ഹോട്ടലായിട്ടില്ല. പക്ഷേ അവർ ബാർ ലൈസൻസിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അവിടെ സ്വാഭാവികമായി ഉദ്യോഗസ്ഥർ വരുന്നത് തീർച്ചയായിട്ടും ഈ ഉദ്ഘാടനത്തിൻ്റെ സന്തോഷം പങ്കിടാൻ, ഉദ്ഘാടനത്തിൻ്റെ ഈ സംരംഭകൻ്റെ അല്ലെങ്കിൽ ഈ വ്യവസായിയുടെ ആതിഥ്യം സ്വീകരിക്കാൻ വന്നതാണെന്ന് വ്യക്തമാണ്. കുപ്രസിദ്ധ ഗുണ്ടകളും അവിടെ എത്തി. ഗുണ്ടകളും പോലീസ് ഉദ്യോഗസ്ഥർ ഒരുമിച്ച് മദ്യപിച്ചു എന്നതാണ് അതിൻ്റെ ഒരു ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. അവിടെയാണ് അടിയുണ്ടാകുന്നത്. ഒരുപക്ഷെ ഈ ഗുണ്ടകൾ കൂടി അല്ലെങ്കിൽ ഈ ക്രിമിനൽ കേസ് പ്രതികൾ കൂടി ഈ സംഘർഷത്തിൻ്റെ ഭാഗമായിരുന്നെങ്കിൽ ഒരുപക്ഷെ അത് കുറച്ചുകൂടി വലിയ പ്രശ്നമായി മാറിയതിന്. പക്ഷേ എന്തോ അതുണ്ടായില്ല. പകരം ഇവർ അവിടെ സ്ഥലത്തുണ്ടായിരുന്നു. ഈ ഗുണ്ടകളുടെ സാന്നിധ്യത്തിലാണ്, അവർ ഉള്ളപ്പോഴാണ് ഈ പോലീസുകാർ തമ്മിലടിച്ചത്. അതാണ് ഏറ്റവും ഗൗരവമുള്ള കാര്യം. ഇത്തരത്തിലൊരു വ്യവസായിയുടെ സത്കാരം സ്വീകരിക്കാൻ പോകുന്നു, അവിടെ ഗുണ്ടകൾക്കൊപ്പം മദ്യപിക്കുന്നു, ഗുണ്ടകളുടെ മുന്നിൽ തമ്മിലടിക്കുന്നു. തലസ്ഥാന പോലീസിലെ പ്രധാനപ്പെട്ട രണ്ട് ഉദ്യോഗസ്ഥർ, നമുക്കറിയാം സർക്കിൾ ഇൻസ്പെക്ടർ റാങ്ക് അത്ര ചെറിയ റാങ്കൊന്നുമല്ല. മാത്രമല്ല വൈകാതെ ഒരുപക്ഷെ ഇവരൊക്കെ പ്രൊമോഷൻ കിട്ടി മുകളിലേക്ക് പോകേണ്ട ആളുകൾ കൂടിയാണ്. അത്തരം ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ തമ്മിലടിക്കുമ്പോൾ സ്വാഭാവികമായും ഗൗരവം വളരെ വലുതാണ്. എന്തുകൊണ്ട് പോലീസ് ഇത് ഗൗരവത്തിലെടുക്കുന്നില്ല, എന്തുകൊണ്ട് ഇതുവരെ കേസോ അല്ലെങ്കിൽ അന്വേഷണം ഉണ്ടായിരുന്ന കാര്യം കൂടി ഇതുമായി നമ്മൾ ചർച്ച ചെയ്ത് പോകേണ്ടത് തന്നെയാണ്. ഇതുവരെ അത്ര നടപടി ഉണ്ടായിട്ടില്ല. പക്ഷേ വൈകാതെ ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നടപടി ഉണ്ടാകുമെന്നും അന്വേഷണം ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. വ്യക്തമാണ്. തിരുവനന്തപുരത്ത് നിന്ന് BV അരുണാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്താണ് ബാർ ഉടമയുടെ സൽക്കാരത്തിൽ പങ്കെടുത്ത രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ തമ്മിൽ കൂട്ടയടി ഉണ്ടായത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ SP-യുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ സംഭവം. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം.
സ്പോട്ട് ലൈവ് തുടരുന്നു. ഈ സമീപകാലത്ത് കേരളത്തിലേറെ ചർച്ച ചെയ്യപ്പെട്ട വാർത്തകളിലൊന്നായിരുന്നു പാറശാലയിലെ ഷാരോൺ രാജ് കൊലക്കേസ്. ഷാരോൺ രാജിനെ കൊലപ്പെടുത്തിയ കേസിൽ വിചാരണ നടപടികൾക്ക് തുടക്കമായിരിക്കുന്നു. ഒന്നാം പ്രതിയും ഷാരോൺ രാജിന്റെ സുഹൃത്തുമായിരുന്ന ഗ്രീഷ്മയ്ക്കെതിരെ കൂടുതൽ ഡിജിറ്റൽ തെളിവുകൾ ലഭിച്ചതാണ് പ്രോസിക്യൂഷന്റെ വാദങ്ങൾക്ക് ബലം പകരുന്നത്. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, ഈ കേസിന്റെ തുടക്കത്തിൽ തന്നെ ഏറെ നിർണായകമായത് ഡിജിറ്റൽ തെളിവുകളായിരുന്നു. അതായത് ഈ ഷാരോൺ രാജിനെ ഈ സ്ഥലത്തേക്ക് എത്താൻ നിർദ്ദേശം നൽകുന്നു, തുടർന്ന് ക്ഷമാപണം നടത്തുന്നു. ഇതൊക്കെ ഫോൺ മുഖാന്തരമായിരുന്നു. ഈ കേസിൻ്റെ വിചാരണ നടപടികളിലേക്ക് കടക്കുമ്പോൾ പ്രോസിക്യൂഷനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായിട്ടുള്ളതും ഈ ഡിജിറ്റൽ തെളിവുകൾ തന്നെയല്ലേ ഡാൻ? വളരെ വിദഗ്ധമായി ആസൂത്രണം ചെയ്താണ് ഗ്രീഷ്മ ഷാരോൺ രാജിനെ, തൻ്റെ കാമുകനായ ഷാരോൺ രാജിനെ മറ്റൊരു വിവാഹം കഴിക്കുന്നതിന് വേണ്ടി കൊലപ്പെടുത്തിയത് എന്ന് വ്യക്തമാക്കുന്ന ഡിജിറ്റൽ തെളിവുകളാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ, നെയ്യാറ്റിൻകര കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായി എടുത്തു പറയുന്നത് 2022 ഒക്ടോബർ മാസം 14-ാം തീയതിയാണ് ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അന്ന് ഈ കളനാശിനി അടങ്ങിയ കാപ്പിക് എന്ന കളനാശിനി അടങ്ങിയ കഷായം അത് ഷാരോൺ രാജിന് കുടിക്കാൻ നൽകുകയായിരുന്നു. അത് നൽകുന്നതിന് 3 മണിക്കൂർ മുമ്പ് ഇതിൻ്റെ പ്രവർത്തന രീതി, ഒരാൾ ഈ വിഷം കഴിച്ചാൽ അത് ഏത് തരത്തിലായിരിക്കും ശരീരത്തിൽ അതിൻ്റെ പ്രവർത്തനം നടക്കുക എന്ന്, രാസപ്രവർത്തനം നടക്കുക എന്ന് കൃത്യമായി വിക്കിപീഡിയ നോക്കി മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇവർ ശ്രമിച്ചിട്ടുണ്ട്, ഗ്രീഷ്മ ശ്രമിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഡിജിറ്റൽ തെളിവുകളാണ് പ്രോസിക്യൂഷൻ ഹാജരാക്കിയിരിക്കുന്നത്. അതോടൊപ്പം ഷാരോൺ രാജ് അവരുടെ സുഹൃത്തായ റെജിനൊപ്പമാണ് അന്നേ ദിവസം ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് എത്തുന്നത്. അങ്ങനെ ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് എത്തുന്നതിൻ്റെയും തിരികെ അവിടെ പോകുന്നതിൻ്റെയും, ഇരുചക്ര വാഹനത്തിൽ അവർ ഒരുമിച്ച് സഞ്ചരിക്കുകയും തിരികെ പോവുകയുമൊക്കെ ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങളടക്കം ഡിജിറ്റൽ തെളിവുകളായി തന്നെ അവിടെ ഹാജരാക്കിയിട്ടുണ്ട്. അതിന് പുറമെയാണ് ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ, അതായത് ആദ്യം ഈ കഷായം കുടിക്കുന്നതിന് പിന്നാലെ വയറിൽ അസ്വസ്ഥത അനുഭവപ്പെടുന്നുവെന്ന് ഷാരോൺ രാജ് ഛർദ്ദിക്കുന്നു. അങ്ങനെ ഛർദ്ദിക്കുന്ന സമയത്ത് ഗ്രീഷ്മയെ ഫോണിൽ ബന്ധപ്പെടുന്നു. അങ്ങനെ ഫോണിൽ ബന്ധപ്പെടുമ്പോൾ ഗ്രീഷ്മ ക്ഷമാപണം നടത്തുന്ന ശബ്ദ സന്ദേശം, അതോടൊപ്പം ജ്യൂസ്, കഷായം കുടിച്ചതിന് പിന്നാലെ നൽകിയ ജ്യൂസിലാണ് പ്രശ്നം എന്ന് പറയുന്ന ശബ്ദ സന്ദേശം, അതോടൊപ്പം ഇതിനൊരു മരുന്നുണ്ട് എന്ന് പറഞ്ഞ് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഇന്ന മരുന്ന് മേടിക്കാൻ പറയുന്ന ശബ്ദ സന്ദേശം, ഇതെല്ലാം അന്വേഷണം അല്ലെങ്കിൽ ഈ സംഭവം തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള പരാമർശങ്ങൾ നടത്തിയത് എന്നാണ് പ്രോസിക്യൂഷൻ്റെ വാദം. ഇത് മുഴുവൻ ശരിവെക്കുന്ന തരത്തിലുള്ള തെളിവുകളാണ്, ഈ ശബ്ദ സന്ദേശങ്ങളാണ് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. എന്തായാലും പ്രോസിക്യൂഷൻ്റെ വാദങ്ങൾക്ക് വലിയ തരത്തിൽ ബലം പകരുന്ന തരത്തിലുള്ള തെളിവുകളായി ഇത് കോടതിയിൽ മാറുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. വരുന്ന തിങ്കളാഴ്ച അന്വേഷണത്തിന് നേതൃത്വം നൽകിയ ഡിവൈഎസ്പി ജോൺസണും തീർച്ചയായും ഈ കേസിൽ ഗ്രീഷ്മയുടെ അമ്മയും അമ്മാവനും കൂട്ടുപ്രതികളാണ്. ആദ്യഘട്ടത്തിൽ, വിചാരണയുടെ ആദ്യഘട്ടത്തിൽ സാക്ഷികളുടെ വിസ്താരമായിരിക്കുമല്ലോ നടക്കുക. മറ്റ് നടപടിക്രമങ്ങൾ, ഈ കേസുമായി ബന്ധപ്പെട്ട കോടതിയിലെ മറ്റ് നടപടിക്രമങ്ങൾ എങ്ങനെയാണ് ഡാൻ? മറ്റ് നടപടിക്രമങ്ങളെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ എനിക്ക് ലഭ്യമായിട്ടില്ല. നേരത്തെ സൂചിപ്പിച്ച പോലെ ഗ്രീഷ്മയ്ക്കൊപ്പം ഈ സംഭവത്തിൽ, ഈ കേസിൽ കൂട്ടുപ്രതികളായിട്ടുള്ള ഗ്രീഷ്മയുടെ അമ്മ സിന്ധു, അമ്മാവൻ നിർമ്മലകുമാരൻ, അവരും ഈ കേസിലെ കൂട്ടുപ്രതികളാണ്. സ്വാഭാവികമായി അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളടക്കം കോടതിയിൽ വിശദമായി തന്നെ ഏത് തരത്തിലായിരിക്കും അവരുമായി ബന്ധപ്പെട്ട തെളിവുകൾ പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിക്കുക എന്ന് കണ്ടറിയേണ്ടതുണ്ട്. എന്തായാലും അന്വേഷണത്തിന് നേതൃത്വം നൽകിയ ഡിവൈഎസ്പി അടുത്ത തിങ്കളാഴ്ച നേരിട്ട് ഹാജരായി തെളിവുകൾ കൈമാറും. അങ്ങനെ കൈമാറുമ്പോൾ ഈ കൂട്ടുപ്രതികൾക്ക് ഈ സംഭവത്തിലുള്ള ഇൻവോൾവ്മെൻറ്റ് എത്രത്തോളമാണ് എന്ന് വ്യക്തമാക്കുന്ന വിശദാംശങ്ങൾ കൂടി പുറത്തു വരുമെന്നാണ് സൂചന. വ്യക്തമാണ്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ഷാരോൺ രാജ് വധക്കേസിൽ കോടതിയിൽ വിചാരണ നടപടികൾക്ക് തുടക്കമായിരിക്കുന്നു. സ്പോട്ട് ലൈവിന് പോകുന്നത് സ്കൂൾ അർദ്ധവാർഷിക പരീക്ഷാ ചോദ്യപേപ്പറുകൾ ചോർന്നതുമായി ബന്ധപ്പെട്ടൊരു വാർത്തയാണ്. ചോദ്യപേപ്പർ യൂട്യൂബ് ചാനലുകൾ വഴി ചോർന്നുവെന്ന പരാതിയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന 10ാം ക്ലാസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ സ്വകാര്യ ട്യൂഷൻ ചാനൽ വഴി നേരത്തെ പുറത്തു വന്നതാണ് പ്രതിഷേധങ്ങൾ കാരണമായിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് DDE ഓഫീസിലേക്ക് KSUവിൻ്റെ പ്രതിഷേധം വലിയ രീതിയിൽ സംഘർഷത്തിലേക്ക് വരെയും നീളുന്ന സാഹചര്യമുണ്ടായി. 10ാം ക്ലാസ് ചോദ്യപേപ്പറുകൾ ട്യൂഷൻ സെൻ്ററുകൾ വഴി
ചോരുന്നുവെന്ന് ആരോപിച്ചായിരുന്നു KSUവിൻ്റെ പ്രതിഷേധം. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, ഇത് ഈ ചോദ്യപേപ്പറുകൾ ചോരുന്നത് പുതിയ സംഭവമല്ല, പക്ഷെ ഇത് ഒരു യൂട്യൂബ് ചാനലുകൾ വഴി, ഒരു ട്യൂഷൻ സെൻറ്ററിൻ്റെ യൂട്യൂബ് ചാനൽ വഴി ചോദ്യപേപ്പർ പുറത്തു വരുന്നു. അതേ ചോദ്യപേപ്പർ, അതായത് ആ യൂട്യൂബ് ചാനലിൽ വന്ന ചോദ്യങ്ങൾ തന്നെയായിരുന്നു പരീക്ഷയിലും ഉണ്ടായിരുന്നുവെന്നാണ് ഈ സംഭവത്തിന് പിന്നാലെ പുറത്തു വരുന്ന വിവരങ്ങൾ. KSUവിൻ്റെ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണോ? എന്താണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് ഉൾപ്പെടെ സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ? അനീഷ്. ടോമോ, അതീവ ഗൗരവമുള്ള ഒരു വിഷയത്തിൽ ഊന്നിയായിരുന്നു ഇന്ന് KSUവിൻ്റെ പ്രതിഷേധം. കാരണം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി തന്നെ ചെറിയ ആരോപണങ്ങൾ പല തരത്തിലായി ഉയർന്നിരുന്നു. ഈ പരീക്ഷയ്ക്ക് തലേദിവസം ഈ ഓൺലൈൻ സൈറ്റുകൾ, ഈ പ്രത്യേകിച്ചും ഈ സ്വകാര്യ ട്യൂഷൻ സെൻ്ററുകൾ ആ രീതിയിലും ഓൺലൈൻ കോച്ചിങ് ഒക്കെ നൽകുന്ന കോച്ചിങ് സ്ഥാപനങ്ങൾ ഈ പരീക്ഷയുടെ തലേദിവസം കുട്ടികൾക്കായി മാതൃകാ ചോദ്യപേപ്പറുകൾ പുറത്തുവിടുമായിരുന്നു. ആ മാതൃകാ ചോദ്യപേപ്പറിലുള്ള ചോദ്യങ്ങൾ അതേപടി തന്നെ പരീക്ഷയ്ക്ക് ആവർത്തിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷവും ഓണപരീക്ഷയ്ക്കും ക്രിസ്മസ് പരീക്ഷയ്ക്കുമൊക്കെ ഈ തരത്തിലുള്ള ഒരു രീതി കാണുകയും വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതേ തുടർന്ന് അന്നും ഇക്കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കാം, നടപടിയെടുക്കാം എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് വിശദീകരണം നൽകിയത്. പക്ഷേ ഇത്തവണ മാറ്റിയ രീതി അനുസരിച്ചുള്ള ചോദ്യപേപ്പറായിരുന്നു. അതായത് പതിവ് രീതി വിട്ട് കുറച്ചുകൂടി മാറ്റങ്ങളൊക്കെ ഉള്ള പുതിയ പാറ്റേണിലുള്ള ചോദ്യക്കടലാസാണ് തയ്യാറാക്കുക എന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിരുന്നു. അതിനനുസരിച്ചാണ് ഇത്തവണ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരികയും ചെയ്തത്. പക്ഷേ പരീക്ഷയുടെ തലേദിവസം MS സൊല്യൂഷൻസ് എന്ന് പേരുള്ള യൂട്യൂബ് ചാനലിലാണ് ഇംഗ്ലീഷ് ചോദ്യ പേപ്പർ അതേ രീതി തന്നെ വന്നു എന്ന പരാതി വന്നിരിക്കുന്നത്. എന്തായാലും KSU പ്രവർത്തകർക്ക് ചൂണ്ടിക്കാണിച്ച് ചോദ്യക്കടലാസിൽ പരീക്ഷയ്ക്ക് വന്ന പല ചോദ്യങ്ങളും അതേപടി ആവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. എങ്ങനെയാണ് പുതുക്കിയ പാറ്റേണുള്ള ഈ ചോദ്യക്കടലാസുകൾ അല്ലെങ്കിൽ ഈ ചോദ്യപേപ്പർ എങ്ങനെ ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട അവസാനവട്ട പരിശീലനത്തിനെന്ന പേരിൽ യൂട്യൂബ് ചാനലിൽ സംപ്രേഷണം ചെയ്യുമ്പോൾ ആ ചോദ്യങ്ങൾ അതേ രീതിയിൽ എങ്ങനെ എത്തിയെന്ന ചോദ്യമാണ് വരുന്നത്. അധ്യാപകർ പോലും പലയിടങ്ങളിലും ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കുകയും ഈ അട്ടിമറി ശരിയല്ല എന്ന രീതിയിൽ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം പുതിയ പാറ്റേണിലെ ചോദ്യപേപ്പർ ഈ ചോദ്യക്കടലാസ് തയ്യാറാക്കുന്ന അധ്യാപകർ വഴിയല്ലാതെ പുറത്തേക്ക് പോകാൻ യാതൊരു സാധ്യതയുമില്ല. ഇത് ഈ ഓൺലൈൻ സൈറ്റുകൾക്കാണെങ്കിൽ ലഭിക്കുന്നത് ഇത്തരം തങ്ങൾ പഠിച്ചു വെച്ചത് അല്ലെങ്കിൽ ഈ ഓൺലൈൻ യൂട്യൂബ് ചാനലുകൾ വഴി വന്ന ചോദ്യങ്ങൾ അതേപടി പരീക്ഷയ്ക്ക് ആവർത്തിക്കുമ്പോൾ കുട്ടികൾക്കും ഇക്കാര്യത്തിൽ കൂടുതൽ വിശ്വാസ്യത തോന്നുകയും മറ്റു പരീക്ഷകൾക്കും മുന്നോട്ടുമൊക്കെ ഈ ഓൺലൈൻ യൂട്യൂബ് ചാനലിനെ ആശ്രയിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയും ചെയ്യും. ഈ ഓൺലൈൻ ചാനലുകൾ തന്നെ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് അവരുടെ ഈ വാട്സാപ്പ് വഴിയുള്ള ഗ്രൂപ്പിൽ ചേരുക അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക എന്നൊക്കെ പറയുന്നു. ഇത്തരം പെയ്ഡ് കാര്യങ്ങളാണ് ഇതൊക്കെ. അതിന് പ്രത്യേക പണം ഈടാക്കുന്നുണ്ട്. അതുകൊണ്ട് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് പലപ്പോഴും പരീക്ഷാ തലേന്നുള്ള ഇത്തരം ക്ലാസ്സുകൾ കാണുന്നത്. ഇവർ പിന്നീട് വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ ഇവരുടെ ഓൺലൈൻ വിദ്യാഭ്യാസത്തിൽ ചേരുകയോ ചെയ്യുമ്പോൾ കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകളാണ് ഇതിന് പിന്നിൽ നടക്കുന്നത്. എന്തായാലും വലിയ പണമിടപാടുകൾ അല്ലെങ്കിൽ വലിയ അഴിമതി തന്നെ ഇതിന് പിന്നിൽ നടന്നിരിക്കുന്നു എന്നാണ് KSU ആരോപിക്കുന്നത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി അവർ കോഴിക്കോട് ഡെപ്യൂട്ടി ഡയറക്ടറെ ഇന്ന് എഡ്യൂക്കേഷൻ്റെ കാണുകയുണ്ടായി. അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ കഴിഞ്ഞ തവണ, അതായത് കഴിഞ്ഞ വർഷങ്ങളിൽ ഉയർന്ന പരാതികളും വലിയ ഗൗരവത്തോടു കൂടി തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ് കണ്ടതെന്നും വിദ്യാഭ്യാസ വകുപ്പിനും ഇതിന്മേൽ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് താൻ കത്തെഴുതിയെന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഇത്തരത്തിലെ 2 കത്തുകൾ KSU നേതാക്കളെ DD കാണിക്കുകയും ചെയ്തു. എന്തായാലും ഈ വർഷം ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരം ചോദ്യപേപ്പർ ചോർച്ചകൾ ആവർത്തിക്കില്ല എന്ന ഉറപ്പ് അദ്ദേഹം എഴുതി നൽകി. ഇനി വരുന്ന പരീക്ഷകളിൽ ഇത്തരം ഓൺലൈൻ സൈറ്റുകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഒരു തരത്തിലും വരാതിരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. ഒപ്പം കഴിഞ്ഞ ദിവസം നടന്ന ഇംഗ്ലീഷ് ചോദ്യപേപ്പർ അതേപടി ആവർത്തിക്കാനുണ്ടായ കാരണത്തെക്കുറിച്ച് അന്വേഷിക്കും. തയ്യാറാക്കിയ അധ്യാപകരുമായി കാര്യങ്ങൾ ആരായുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ഒപ്പം ഈ ഓൺലൈൻ യൂട്യൂബ് ചാനലിന്റെ സംപ്രേഷണം വൈകാതെ നിർത്തിവെക്കുന്നതിനുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്ത് നടപടി ഉണ്ടായിട്ടുണ്ട്. ഈ സംഭവം പരിശോധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്ങനെയാണ് ഈ ചോദ്യപേപ്പർ ചോർന്ന് കിട്ടിയത്, അതും ഈ സ്വകാര്യ ട്യൂഷൻ സെന്ററിന് ചോർന്ന് കിട്ടിയത് എന്നത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു വിഷയം തന്നെയാണ്. കാരണം ഇതിനു മുൻപും ഇതുപോലുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. ആരുടെ ഭാഗത്താണ്, ആരാണ് ഈ ചോദ്യപേപ്പർ ചോർത്തി നൽകിയത്? ഇക്കാര്യങ്ങളിലൊക്കെ വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം നടത്തുമോ? അങ്ങനെയെങ്കിൽ ഇത് ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം തന്നെയാണ്. പോലീസിന്റെ ഭാഗത്തുനിന്നും നടപടി ഉണ്ടാകുമോ? ആ രീതിയിലുള്ള ഒരു പരാതിയുമായി KSU പ്രവർത്തകർ മുന്നോട്ട് വരുന്നുണ്ടോ? KSU അത്തരമൊരു പരാതിയുമായി മുന്നോട്ട് പോകുന്നു. സംസ്ഥാന തലത്തിൽ തന്നെ പ്രക്ഷോഭം ആരംഭിക്കുന്നതിനും ഒപ്പം നിയമ നടപടികൾ കൈക്കൊള്ളുന്നതിനുമുള്ള
നടപടികൾ സ്വീകരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇത് നിലവിൽ ഈ സമഗ്ര ശിക്ഷ കേരളത്തിൻ്റെ കീഴിലുള്ള ഡയറ്റുകൾക്കാണ് ഈ ചോദ്യപേപ്പർ നിർമ്മാണത്തിൻ്റെ ചുമതലയുള്ളത്. ഈ ഡയറ്റുകൾ ഈ വിഷയം പഠിപ്പിക്കുന്ന സ്കൂൾ അധ്യാപകരിൽ നിന്നൊരു പാനൽ തയ്യാറാക്കുകയും ആ അധ്യാപകരെ ഉപയോഗിച്ച് ചോദ്യപേപ്പർ തയ്യാറാക്കുകയുമാണ് ചെയ്യുന്നത്. ആ ചോദ്യപേപ്പറാണ് പിന്നീട് പരീക്ഷയ്ക്ക് വിതരണം ചെയ്യുന്നത്. എന്തായാലും അത്തരം ചോദ്യപേപ്പറുകൾ തയ്യാറാക്കിയ അധ്യാപകർ നേരിട്ട് തന്നെ ഈ സ്വകാര്യ ട്യൂഷൻ സെൻ്ററുകൾക്ക് അവസാന നിമിഷങ്ങളിൽ ഈ ചോദ്യപേപ്പർ ചോർത്തി നൽകുന്നു എന്നതാണ് ഇപ്പോൾ KSU ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവർ അവസാന മണിക്കൂറുകളിൽ ഹോർലിക്സ് ബൂസ്റ്റ് എന്ന പേരിലൊക്കെയാണ് ഈ പ്രത്യേക പരീക്ഷാ പരിശീലനം അവസാന മണിക്കൂറുകളിൽ, അതായത് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് എന്ന രീതിയിൽ അല്ലെങ്കിൽ പ്രഡിക്ഷൻസ് എന്ന രീതിയിൽ നൽകുന്നത്. ആ പ്രഡിക്ഷനിലെ ചോദ്യങ്ങൾ അതേപടി പിറ്റേ ദിവസത്തെ പരീക്ഷയ്ക്ക് ആവർത്തിക്കുന്നതെന്നാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. ഇതിലേറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, ഒരുപാട് കുട്ടികളുണ്ട് ഇത്തരം ഓൺലൈൻ ട്യൂഷൻ സെൻ്ററുകളെയും അല്ലെങ്കിൽ യൂട്യൂബ് ചാനലുകളെയും ഒന്നും ആശ്രയിക്കാതെ സ്കൂളിൽ അധ്യാപകർ പഠിപ്പിക്കുന്നതും ഒപ്പം ഈ പാഠപുസ്തകങ്ങൾ നോക്കിയുമൊക്കെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നത്. അത്തരം കുട്ടികൾ അക്ഷരാർത്ഥത്തിൽ കബളിപ്പിക്കപ്പെടുകയാണ് എന്നതാണ് ഏറ്റവും വലിയ വസ്തുത. കാരണം ഈ സ്വകാര്യ ഓൺലൈൻ ചാനലുകളുടെയും യൂട്യൂബ് ചാനലുകളുടെയും ബൂസ്റ്റും ഹോർലിക്സും ക്ലാസ്സുകളൊക്കെ കേട്ട് അവർ ആ പരീക്ഷ അതേപോലെ തന്നെ ആ വിഷയങ്ങൾ പഠിച്ച് പരീക്ഷയ്ക്ക് പോകുമ്പോൾ അവർക്ക് ഏതാണ്ട് പൂർണ്ണ മാർക്കിലേക്ക് നീങ്ങുകയും പഠിച്ചു പോയി പരീക്ഷ എഴുതിയ കുട്ടികൾക്ക് ഇത് താങ്ങാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യുന്നു. പല സ്കൂളുകളിൽ നിന്നും അധ്യാപകർ തന്നെ പരാതിപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ചില പ്രത്യേക ചോദ്യങ്ങൾ ചോദിച്ച് രാത്രി വൈകിയൊക്കെ കുട്ടികൾ അധ്യാപകരെ വിളിക്കുന്നു. സാർ, ഈ ചോദ്യത്തിന് ഉത്തരം എങ്ങനെയാണ്, ഈ ചോദ്യം എങ്ങനെ ചെയ്യണം എന്നൊക്കെ ചോദിച്ച് ചില പ്രത്യേക ചോദ്യങ്ങൾക്ക് ഉത്തരം ചോദിച്ച് അസമയത്ത് കുട്ടികൾ വിളിക്കുന്നു, പുലർച്ചെ കുട്ടികൾ വിളിക്കുന്നു. ഇതിനുശേഷം പരീക്ഷാ ഹാളിലെത്തുമ്പോൾ ഇതേ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരികയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അതിൽ കൃത്യമായ ഒരു അസ്വാഭാവികത ഉണ്ട് എന്ന് തന്നെയാണ് പല അധ്യാപകരും ഇതുമായി ബന്ധപ്പെട്ട് സാക്ഷ്യപ്പെടുത്തുന്നത്. എന്തായാലും അതീവ ഗുരുതരമായ ഒരു കുറ്റകൃത്യം. കാരണം ഒരു പൊതുപരീക്ഷ എന്ന രീതിയിൽ അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലെ അവസാന പരീക്ഷ അല്ലെങ്കിൽ പോലും ഒരു ടേം പരീക്ഷ എന്ന് പറയുമ്പോൾ അത് അവസാന പരീക്ഷയുടെ ഒരു ചൂണ്ടുപലകയാണ്. ഈ മാർക്കും വലിയ സമ്മർദ്ദം കുട്ടികൾ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമുണ്ടാവും. അവർ പഠിച്ച് പരീക്ഷ എഴുതി ഏതാണ്ട് പൊതുപരീക്ഷയ്ക്ക് പങ്കെടുക്കാൻ ഇനി മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ അവസാനം എഴുതുന്ന ഒരു പരീക്ഷ എന്ന രീതിയിലാണ് ക്രിസ്മസ് പരീക്ഷയെ പലപ്പോഴും വിലയിരുത്തപ്പെടുകയും ചെയ്യുക. അതുകൊണ്ട് ഇത്തരത്തിൽ ഈ പരീക്ഷയിൽ ഇത്രയും വലിയ ക്രമക്കേടുകൾ നടക്കുന്നത് കുട്ടികളോടുള്ള വഞ്ചനയാണ്. വിദ്യാഭ്യാസ വകുപ്പ് കുറച്ചുകൂടി ഗൗരവത്തോടെ കാര്യങ്ങൾ കാണണം. കാരണം DD തന്നെ KSU പ്രവർത്തകർക്ക് നൽകിയ വാക്കുകൾ അനുസരിച്ച് 2 വട്ടം കഴിഞ്ഞ വർഷത്തെ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് DD വിദ്യാഭ്യാസ വകുപ്പിന് കത്ത് നൽകിയിരുന്നു. ആ കത്തിന്മേൽ ഒരു തരത്തിലുമുള്ള അന്വേഷണം ഉണ്ടായില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കഴിഞ്ഞ വർഷവും ഇതേ രീതിയിൽ തന്നെയാണ് സ്വകാര്യ ഓൺലൈൻ പരിശീലന കേന്ദ്രത്തിൻ്റെ ചോദ്യങ്ങൾ അതേ രീതിയിൽ തന്നെയാണ് പരീക്ഷകൾക്ക് ആവർത്തിച്ച് വരികയും ചെയ്തെന്തായാലും അത് ഇത്തവണയും ആവർത്തിച്ചിരിക്കുന്നു. ഇനി വരുന്ന പരീക്ഷകൾ കൂടി ഇതേ രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. കേട്ടോ. വ്യക്തമാണ്. MS അനീഷ് കുമാറാണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ നൽകിയത്. ചോദ്യപേപ്പർ ചോർന്നുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത്. കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വനിതാ ഡോക്ടറെ പീഡിപ്പിക്കാൻ ശ്രമിച്ച സംഭവമാണ് സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതി ഡോക്ടർ സെർബിൻ മുഹമ്മദിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുന്നു. ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. മെഡിക്കൽ കോളേജിലെ ഡോക്ടറുടെ മുറിയിൽ വെച്ച് തന്നെ മദ്യം നൽകി പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നായിരുന്നു യുവ ഡോക്ടറുടെ പരാതി. ആഭ്യന്തര അന്വേഷണത്തിന് പിന്നാലെ സെർബിൻ മുഹമ്മദിനെ ജോലിയിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു. ഇയാൾ ഇപ്പോഴും ഒളിവിലാണ്. വിശദാംശങ്ങളുമായി കൊല്ലത്ത് നിന്ന് വിനീഷ് ചേരുന്നു. വിനീഷ്, ഇത് 2-3 ഏതാനും ആഴ്ചകൾക്ക് മുൻപ് നടന്ന ഒരു സംഭവമാണ്. ഇതുവരെയും ഈ കേസിൽ പ്രതിയെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അതിനിടെയാണ് ഇയാൾ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചത്. ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടായിരിക്കുന്നു, ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു. വിശദാംശങ്ങൾ. തീർച്ചയായും ടോം, കഴിഞ്ഞ മാസം 24-നാണ് ഈ ഒരു കേസിന് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. ഏകദേശം ഇപ്പോൾ ഒരു മാസം പിന്നിടുന്നു. ഇതുവരെയും ഈ കുറ്റാരോപിതനായ പ്രതിയെ കണ്ടെത്താൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. പോലീസിന്റെ ഭാഗത്തു നിന്നും അന്വേഷണം നടന്നു വരുന്നതായിട്ടാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ കൊല്ലം ജില്ലാ സെഷൻസ് കോടതിയാണ് കഴിഞ്ഞ ദിവസം ഇയാളുടെ ജാമ്യ ഹർജി തള്ളിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ് നമുക്കിപ്പോൾ പങ്കുവെക്കാനുള്ളത്. ഏകദേശം ഈ ഒരു പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ടോം, യുവ ഡോക്ടറെ കടന്നു പിടിക്കാൻ ശ്രമിച്ചു എന്നുള്ളൊരു പരാതിയെ തുടർന്നായിരുന്നു ഇത്തരത്തിലൊരു കേസ് രജിസ്റ്റർ ചെയ്യുകയും അതിന്റെ അന്വേഷണം നടക്കുകയും ചെയ്തത്. പക്ഷേ ഈ കുറ്റാരോപിതനായ സെർബിൻ മുഹമ്മദ് ഇപ്പോഴും ഒളിവിൽ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്.
സെർബിന് വേണ്ടിയുള്ള അന്വേഷണം പുരോഗമിക്കുന്നത്. പക്ഷേ സെർബിൻ ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് തന്നെ ജാമ്യത്തിന് ശ്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ ജാമ്യ ഹർജി കഴിഞ്ഞ ദിവസമാണ് തള്ളിയ ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഇപ്പോഴും അന്വേഷണം നടക്കുന്നതായിട്ടാണ് നമുക്ക് പോലീസിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. ഈ ഇത്രയും നേരത്തെ വിനീഷ് സൂചിപ്പിച്ചതുപോലെ ഏകദേശം 1 മാസം ആവുകയാണ് ഈ സംഭവം നടന്നിട്ട്. അതും ആശുപത്രിക്കുള്ളിൽ വെച്ച് ഡോക്ടറുടെ മുറിയിൽ വെച്ച് ഒരു ദുരനുഭവം ഒരു വനിതാ ഡോക്ടർക്ക് നേരെ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അത് ഗുരുതരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. ഇവിടെ ഈ പ്രതിയെ സംരക്ഷിക്കാൻ ഏതെങ്കിലും രീതിയിലുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നുണ്ടോ വിനീഷ്? ടോം, ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ വനിതാ ഡോക്ടർക്ക് യാതൊരു സംരക്ഷണവും കിട്ടുന്നില്ല എന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു കേസ്. ശരിക്കും പറഞ്ഞാൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് യുവ ഡോക്ടർ ആദ്യം പരാതി നൽകിയത് അവിടുത്തെ ഹോസ്പിറ്റൽ മാനേജ്മെന്റിനാണ്. തുടർന്ന് DMO അടക്കം ഈ ഒരു കേസിൽ ഇടപെടുകയും അന്വേഷണം നടത്തുകയൊക്കെ ചെയ്തിരുന്നു. ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അന്വേഷണ വിധേയമായിട്ട് തന്നെ ഈ ഒരു ഡോക്ടർ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും ഡോക്ടറെ സർവീസിൽ നിന്നും പിരിച്ചുവിടുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. തുടർന്നാണ് ഇത് പോലീസിൽ പരാതി നൽകുന്നത്. പോലീസിന്റെ ഭാഗത്തു നിന്നും കൃത്യമായൊരു അന്വേഷണം നടന്നു വന്നിരുന്നു. പോലീസ് അത്തരത്തിലുള്ള റിപ്പോർട്ടൊക്കെ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ പരാതിക്കാരിയായ യുവ ഡോക്ടർ നേരിട്ട് മജിസ്ട്രേറ്റിന് മൊഴി നൽകുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ കുറ്റാരോപിതനായ ഡോക്ടർ ഇപ്പോഴും ഒളിവിൽ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. കുറ്റാരോപിതനായ ഡോക്ടറുടെ സ്വദേശം തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്തേക്ക് ഈ പോലീസ് അടക്കം എത്തുകയും പരിശോധനയൊക്കെ നടത്തുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇയാളെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും അന്വേഷണം തുടരുകയാണ്. പക്ഷേ ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് തന്നെയാണ്. എവിടെയുണ്ട് ഈ ഡോക്ടർ, എവിടെയുണ്ട് എന്ന് എന്തെങ്കിലും സൂചന പോലീസിന് ലഭ്യമായിട്ടുണ്ടോ വിനീഷ്? ഇയാൾ ഈ സ്വന്തം നാട്ടിൽ തന്നെ ഉണ്ടോ അതോ മറ്റെവിടെയെങ്കിലേക്കും ഈ സംഭവത്തിന് പിന്നാലെ ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ സംസ്ഥാനം വിടാനുള്ള സാധ്യതയുണ്ടോ? പോലീസ് അത്തരത്തിലുള്ള ഒരു അന്വേഷണവും നടക്കുന്നുണ്ട് ടോം. നമ്മൾ പോലീസിൽ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഒരു അന്വേഷണം വ്യാപകമായിട്ട് നടക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വീട്ടിലും ബന്ധുക്കളുടെ പോകാനുള്ള ബന്ധുക്കളുടെ ഇടയിലും എല്ലാം പോലീസ് കൃത്യമായി അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെയും ഈ കുറ്റാരോപിതനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അയാൾ ഇപ്പോഴും ഒളിവിൽ കഴിയുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് തന്നെ ജാമ്യത്തിന് ശ്രമിക്കുന്നു. പക്ഷേ ഈ പോലീസ് വളരെ കൃത്യമായിട്ടാണ് ഈ ഒരു കേസ് തന്നെ അന്വേഷിക്കുന്നത്. ഈ കേസിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ കോടതി അയാളുടെ ജാമ്യം പൂർണ്ണമായും നിഷേധിച്ച സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത് കേട്ടോ. വ്യക്തമാണ്. വിനീഷാണ് കൊല്ലത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ വനിതാ ഡോക്ടറെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിലാണ് പ്രതിയായ ഡോക്ടർ സെർബിൻ മുഹമ്മദിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുന്നത്. സംഭവത്തിന് പിന്നാലെ ഇയാളെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. പ്രതി ഒളിവിലെന്നാണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ. കണ്ണൂർ വളപട്ടണം കവർച്ചാ കേസിൽ പ്രതി ലിജേഷിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. 2 ദിവസത്തേക്കാണ് കസ്റ്റഡി അനുവദിച്ചത്. വ്യാപാരിയായ അഷ്റഫിന്റെ വീട്ടിലും കീച്ചേരിയിലും നടന്ന കവർച്ചയിലും കൂടുതൽ വിവരങ്ങൾ തേടാനാണ് പോലീസിന്റെ തീരുമാനം. കവർച്ച നടന്ന വീട്ടിൽ തെളിവെടുപ്പിന് എത്തിക്കും. വ്യാപാരിയുടെ വീട്ടിൽ നിന്ന് 300 പവനും 1 കോടി രൂപയുമാണ് ഇയാൾ കവർന്നത്. വിശദാംശങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, ഈ വ്യാപാരിയുടെ വീട്ടിൽ കവർച്ച നടത്തിയ കേസിൽ മോഷ്ടിച്ചെടുത്ത സ്വർണവും പണവും പൂർണ്ണമായും പോലീസ് കണ്ടെടുത്തതല്ലേ? പിന്നെ ഏത് സാഹചര്യത്തിലാണ് കൂടുതൽ വിശദാംശങ്ങൾ അറിയുക? മറ്റേതെങ്കിലും കേസുകളിൽ ഇയാൾക്ക് പങ്കുണ്ടോ? ഇതറിയുന്നതിന് വേണ്ടിയാണോ ലിജേഷിനെ പോലീസ് വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത്? ബൈജു, ടോമെ, ഒരു നാടിനെ മുഴുവൻ മുൾമുനയിൽ നിർത്തിയ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒരു വീട്ടിൽ നടന്ന സ്വർണ്ണക്കവർച്ച, ആ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന് ഇനിയും പല വിവരങ്ങളും അറിയാനുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ഈ കേസിൽ ഇപ്പോൾ പോലീസ് പറയുന്നത് ഇയാൾ തനിച്ചാണ് ഈ സംഭവം ഒക്കെ നടത്തിയെന്ന് പറയുമ്പോഴും പോലീസിന് ചില സംശയങ്ങളുണ്ട്. ഇയാൾക്കൊപ്പം ഈ സംഘമായി മറ്റാരെങ്കിലും ഉണ്ടോ എന്ന കാര്യം അത് പ്രധാനമായും അറിയേണ്ടതുണ്ട്. ഇയാൾ ഏത് രീതിയിലാണ് ഈ കവർച്ച നടത്തിയതെന്ന കാര്യത്തിൽ ഒന്നും തന്നെ അന്ന് അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് തെളിവെടുപ്പ് നടത്തി കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. അതും കൂടി കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ ഈ 2 ദിവസത്തെ കസ്റ്റഡി, ഇന്നും നാളെയുമാണ് കസ്റ്റഡിയിൽ ഉള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനം ഈ ഇവരുടെ വീട്ടിൽ ഇത്തരത്തിൽ ഒരു തെളിവെടുപ്പ് നടത്തി ഏത് രീതിയിൽ
രീതിയിലാണ് ഈ കവർച്ച നടത്തിയത് എന്ന് കൃത്യമായി പ്രതി പോലീസിന് വിവരിച്ചു കൊടുത്തു. അതിനപ്പുറം ഇയാളുടെ വീട്ടിൽ ഇത്തരത്തിൽ കട്ടിലിനടിയിൽ ഈ സ്വർണവും പണവും ഒളിപ്പിച്ചു വെച്ച കട്ടിലിനടിയിലുള്ള ആ സ്ഥലം, അത്തരം കാര്യങ്ങളൊക്കെ പോലീസിന് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഇത് കോടതിയിലെത്തുമ്പോൾ ഇതിൽ തെളിവുകൾ പ്രധാനമാണ്. അത്തരം തെളിവുകളുടെ ഭാഗമായി കൂടിയാണ് ഈ തെളിവെടുപ്പ്. എന്തായാലും ഈ വീട് അടഞ്ഞു കിടക്കുകയാണ്. ഇയാളുടെ ഭാര്യയും 2 കുട്ടികളുമുണ്ട് ഇയാൾക്ക്. അവർ ഈ അറസ്റ്റ് ചെയ്ത ആ സമയം മുതൽ ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയതാണ്. പിന്നീട് അവരെ ആ വീട്ടിലെത്തിയിരുന്നില്ല. നമ്മൾ ഇപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഈ വീട് അടഞ്ഞ നിലയിലായിരുന്നു. വീട്ടിൽ തുറന്ന് ആ കട്ടിലിനടിയിലും ഇയാളുടെ മുറിയൊക്കെ പരിശോധിച്ചു. ഒരുപാട് ഇത്തരത്തിൽ വെൽഡിംഗ് തൊഴിലാളി ആയതുകൊണ്ട് തന്നെ ഒരുപാട് സാധനങ്ങൾ, ഇത്തരം ഉപകരണങ്ങൾ ഇതിനകത്തുനിന്ന് പോലീസ് നോക്കിക്കണ്ടു. മാത്രമല്ല ഏത് രീതിയിലാണ് ഈ കവർച്ച നടത്തിയത്, ഈ കവർച്ച നടത്തിയ രീതികൾ, അതിനുശേഷം ഈ പണം നേരത്തെ നമ്മളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്, ചാക്കിലാക്കിയാണ് ഇയാൾ കൊണ്ടുപോയിരുന്നത്. ആ ചാക്കിലാക്കി ഉണ്ടായിരുന്ന ചാക്കും അതുപോലെ തന്നെ ഇയാൾ അന്ന് ധരിച്ചിരുന്ന വസ്ത്രവും കത്തിച്ചിരുന്നു. ഇയാൾ ആ പണം അവിടെ എത്തിച്ച് ഈ വീടിന്റെ ഈ കട്ടിലിന്റെ അടിയിൽ ഒളിപ്പിച്ചു വെക്കുകയായിരുന്നു. ഏതായാലും വീട്ടുകാർക്ക് ഏതെങ്കിലും തരത്തിൽ സംശയമില്ലാത്ത രീതിയിലായിരുന്നു ഇയാൾ ഈ പണം അവിടെ എത്തിച്ചത്. കാരണം ഇയാളുടെ മുറി നിറയെ വെൽഡിംഗ് സാധനങ്ങളായിരുന്നു. ഇന്നിപ്പോൾ ഈ തെളിവെടുപ്പ് നടത്തുമ്പോഴാണ് പോലീസ് അത് കൂടുതൽ അറിയുന്നത്. അപ്പോൾ ഇയാളുടെ അത്തരം കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട്. മാത്രമല്ല 1 വർഷം മുമ്പ് ഒരു കീച്ചേരിയിൽ നടന്ന കവർച്ച 11 പവൻ സ്വർണം, ഈ കേസിനൊപ്പം ആ കേസും കൂടി തെളിയുന്നൊരു സാഹചര്യമുണ്ട്. അതിൽ ഇനി അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടതും മറ്റു നടപടിക്രമങ്ങളുണ്ട്. അതിന് ഭാഗമായി അതിന്റെ കുറച്ച് കാര്യങ്ങൾ കൂടി പോലീസിന് അറിയേണ്ടതുണ്ട്. ഏതായാലും ഇയാൾ മറ്റേതെങ്കിലും കവർച്ച നടത്തിയിട്ടുണ്ടോ, അതല്ല ഏതെങ്കിലും തരത്തിൽ കവർച്ച ആസൂത്രണം ചെയ്തിട്ടുണ്ടോ, ഇയാൾക്കൊപ്പം മറ്റാരെങ്കിലും സഹായികളായി പ്രവർത്തിച്ചിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായും പോലീസിന് അറിയേണ്ടത്. അതിനപ്പുറം ഈ കവർച്ച നടന്നതുമായി ബന്ധപ്പെട്ട തെളിവുകൾ കൂടുതൽ കോടതിയിൽ ഹാജരാക്കാൻ ഇയാൾ ഏത് രീതിയിലാണ് കവർച്ച നടത്തിയത്, ഇയാൾ ഇപ്പോൾ ആ അടുക്കള ഭാഗത്തെ ഗ്രിൽസ് തകർത്ത് വീട്ടിനകത്ത് കയറിയതും അവിടെ ആ ഷെൽഫിനകത്ത് നിന്നും ഈ താക്കോലെടുത്ത് ലോക്കർ തുറന്നുമൊക്കെ കാര്യങ്ങൾ പോലീസിന് വിവരിക്കുന്നുണ്ടായിരുന്നു. ഏതായാലും തൂവാല കൊണ്ട് മുഖം മറച്ചാണ് ഇയാൾ ഈ തെളിവെടുപ്പിന് എത്തിയത്. ഏതായാലും വലിയ ജനക്കൂട്ടം ഒക്കെ ഉണ്ടായിരുന്നു ഈ സമയത്തൊക്കെ. പോലീസ് ഏതായാലും വലിയ പോലീസ് സന്നാഹത്തോടുകൂടി CI TP സുമേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത്. നാളെ കൂടി ഇയാളെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഈ കീച്ചേരിയുമായി ബന്ധപ്പെട്ട നേരത്തെ സൂചിപ്പിച്ചത് ഇയാളുടെ ഒരു പശ്ചാത്തലം പോലീസ് വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ടോ? പോലീസിന് പ്രാഥമികമായി ലഭിച്ച വിവരം അനുസരിച്ച് ഈ കീച്ചേരിയിലാണ് ആദ്യമായി ഇയാൾ ഒരു കവർച്ച നടത്തിയതെന്ന് പറയുന്നു. അതിനു മുൻപ് ഏതെങ്കിലും കവർച്ചാ കേസുകളിൽ ഇയാൾ ഉൾപ്പെട്ടിട്ടുണ്ടോ? എങ്ങനെയാണ് ഈ ഒരു കവർച്ചയിലേക്ക്, അതായത് വെറും ഒരു വെൽഡിംഗ് തൊഴിലാളിയായിരുന്ന ഈ ലിജേഷ് ഈ കവർച്ച ആസൂത്രണം ചെയ്യുന്നു, അത് നടപ്പാക്കുന്നു, അത്തരമൊരു നടപടിയിലേക്ക്, അത്തരമൊരു രീതിയിലേക്ക് ഇയാളുടെ ജീവിതം മാറാനുള്ള സാഹചര്യം എന്തായിരിക്കും? ടോമെ, മന്നയിലെ അരി വ്യാപാരി അഷ്റഫിന്റെ വീട്ടിൽ നടന്ന അതേ രീതിയിൽ, സമാനമായ രീതിയിലാണ് കീച്ചേരിയിലും കവർച്ച നടന്നത്. പക്ഷേ 1 വർഷമായിട്ടും അതിൽ പ്രതികളെ കണ്ടെത്താനായില്ല. ഈ കേസ് പിടികൂടിയതോടുകൂടിയാണ് ഇയാൾ പിടിയിലാവുന്നത്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് വിരലടയാളം ശേഖരിച്ചിരുന്നു. അന്ന് ആ വീട്ടിൽ നിന്നും ലഭിച്ച വിരലടയാളവുമായി മാച്ച് ആയപ്പോഴാണ് ഈ പ്രതിയെ പിടികൂടാനായത്. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇയാൾ മറ്റ് സ്ഥലങ്ങളിൽ കവർച്ച നടത്തിയിട്ടുണ്ടോ എന്ന് പോലീസിന് അറിയേണ്ടതുണ്ട്. പ്രധാനമായും ഇയാൾ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ വെൽഡിംഗ് തൊഴിലാളി ആയതുകൊണ്ട് ഇത്തരം വീടുകളിൽ കയറാനും അതുപോലെ തന്നെ ഈ ഷെൽഫ്, ഇത്തരം ലോക്കറൊക്കെ ഇയാൾക്ക് ഇത് ഉണ്ടാക്കുന്ന ഒരു മേഖല കൂടി ആയതുകൊണ്ട് അത് പൊളിക്കാനും ഇത്തരത്തിൽ സ്വർണം ഒക്കെ എടുക്കാനുള്ള വൈദഗ്ധ്യം അയാൾക്ക് ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും ഇയാളെ ഏതെങ്കിലും തരത്തിൽ ഇതിനു മുമ്പ് ഈ കേസിൽ പിടികൂടുന്നതിന് മുമ്പ് ഇയാളെ ഏതെങ്കിലും തരത്തിൽ ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. പോലീസിന്റെ ഏതെങ്കിലും ഒരു ലിസ്റ്റിൽ ഇയാൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ കേസുകൾ ഇയാൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നത് പോലീസിന് സംശയിക്കുന്നുണ്ട്. ഏതായാലും ചോദ്യം ചെയ്യലിൽ ഇയാൾ ആ കാര്യങ്ങളൊന്നും തുറന്നു പറയുന്നില്ല. അത് ശാസ്ത്രീയമായ വിരലടയാളം ഉൾപ്പെടെയുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. ഈ കേസിലേക്ക് വന്നാൽ ഈ 267 പവൻ സ്വർണ്ണാഭരണങ്ങളും അതുപോലെ തന്നെ 1,21,000 രൂപയുമാണ് ഇയാൾ കട്ടിലിനടിയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നത്. അറയുണ്ടാക്കി ഇയാൾ എത്തിച്ച് അത് ഏത് രീതിയിലാണ് ഈ പണം അവിടെ എത്തിച്ചതെന്നും ഈ സ്വർണം എത്തിച്ചതെന്നും അത് ആ രീതി അറിയാൻ വേണ്ടിയാണ് ഈ തെളിവെടുപ്പ് നടത്തിയത്. ഏതായാലും വീട്ടിലെ തെളിവെടുപ്പ് പൂർത്തിയായിരിക്കുന്നു. അതുപോലെ തന്നെ കവർച്ച നടന്ന വീട്ടിലെ തെളിവെടുപ്പും പൂർത്തിയായിരിക്കുന്നു. ഇനി കീച്ചേരിയിലെ വീട്ടിൽ ഒരു പക്ഷേ തെളിവെടുപ്പ് നടത്തിയേക്കും. പക്ഷേ അതിൽ കേസ്, അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഇനി കടക്കേണ്ടതുണ്ട്. പോലീസ് ആ കേസിൽ ഇയാളെ പ്രതി ചേർത്തെങ്കിലും അറസ്റ്റ് ഉൾപ്പെടെ ഇനി നടത്തേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളിലേക്ക് കടന്നതിന് ശേഷമായിരിക്കും എന്തായാലും അത്തരം പോലീസിന്റെ രീതികൾ ഉണ്ടാകും. എന്തായാലും നാളെ കൂടി ഇയാൾ കസ്റ്റഡിയിലുണ്ട്. അതിനിടയിൽ ഇത്തരം കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മന്നയിലെ അരി വ്യാപാരി അഷ്റഫിന്റെ വീട്ടിൽ നടന്ന കവർച്ചയുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ, അതോടൊപ്പം ഏറ്റവും പ്രധാനം
ആരെങ്കിലും ഇയാളെ സഹായിയായി പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നതാണ്. അത് പോലീസ് ഇതുവരെ പറഞ്ഞത് ഇയാൾ ഒറ്റയ്ക്കാണ് ഈ കവർച്ച നടത്തിയത്. കാരണം CCTV ദൃശ്യങ്ങളിലൊക്കെ ഇയാൾ തനിച്ചാണ് ഈ കവർച്ച നടത്തിയത്. അത് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. 45 മിനിറ്റിനകം ഒരു വീട്ടിനകത്ത് കയറി ഇത്രയും വലിയ സ്വർണ്ണാഭരണങ്ങളും പണവും എടുത്ത് സ്വന്തം വീട്ടിൽ തന്നെ, തൊട്ടടുത്തായുള്ള സ്വന്തം വീട്ടിൽ തന്നെ, സ്വന്തം വീട്ടുകാർ അറിയാതെ അത് അവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെക്കുന്നു. എന്തായാലും ഈ കവർച്ച കഴിഞ്ഞിട്ടും ഇതേ നാട്ടിൽ തന്നെ ഇയാൾ കഴിയുന്നു. ഇത്തരത്തിലുള്ളൊരു പ്രതി ആയതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഏതെങ്കിലും തരത്തിൽ നേരത്തെ ക്രിമിനൽ ഏതെങ്കിലും പ്രവൃത്തികൾ ഉണ്ടെങ്കിൽ അത് പോലീസിന് കണ്ടെത്താൻ കൃത്യമായി ചോദ്യം ചെയ്യേണ്ടി വരും. ആ ചോദ്യം ചെയ്യൽ കൂടി നടക്കുമെന്നാണ് വളപട്ടണം CI വ്യക്തമാക്കിയിരുന്നത്. ഏതായാലും തെളിവെടുപ്പ് ഇന്ന് പൂർത്തിയായിരിക്കുന്നു. ഇനി ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് വിശദമായി ചോദ്യം ചെയ്ത് നാളെ വൈകുന്നേരത്തോടു കൂടി ഇയാളെ വീണ്ടും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. കീച്ചേരിയുമായി ബന്ധപ്പെട്ട അറസ്റ്റ് രേഖപ്പെടുത്തും. 11 പവൻ സ്വർണ്ണാഭരണങ്ങളാണ് വിവരങ്ങൾ നൽകിയത്. വളപട്ടണത്ത് ആഡംബര വീട്ടിൽ കവർച്ച നടത്തിയ കേസിലാണ് പ്രതി ലിജേഷിനെ പോലീസ് 2 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങിയത്. വ്യാപാരിയായ അഷ്റഫിന്റെ വീട്ടിലും കീച്ചേരിയിൽ നടന്ന കവർച്ചയിലും കൂടുതൽ വിവരങ്ങൾ തേടാനാണ് പോലീസിന്റെ തീരുമാനം. ഇതിൽ തെളിവെടുപ്പുണ്ട്, വിശദമായ ചോദ്യം ചെയ്യലുണ്ട്. കാരണം കീച്ചേരിയിൽ നടന്ന കേസിൽ പോലീസ് ഇതുവരെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. അവിടെ അറസ്റ്റ് രേഖപ്പെടുത്തണം. ആ കേസുമായി ബന്ധപ്പെട്ട് പ്രതിയുമായി തെളിവെടുപ്പ് നടത്തണം. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം. കരിമ്പ ഹയർ